Hello, makale voice okay ano? Ready? Makale voice okay ano? Okay, perfect. Okay. So welcome to Title Learning App. Okay, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ ചാപ്റ്റേഴ്സ് അവസാനത്തിലേക്കുള്ള ചാപ്റ്റേഴ്സ് ആണ്. സ്റ്റാർട്ടിങ്ങിലുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, പവർ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Today we are going to discuss about the chapters that is system of particles, അതുപോലെ തന്നെ gravitation, പിന്നെ solids and fluids ആണ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് നല്ല അടിപൊളിയായിട്ട് പഠിക്കണം, കാരണം എക്സാമിന് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. അതിന് ഞാൻ സമയം കളയുന്നില്ല, പെട്ടെന്ന് കുറഞ്ഞ സമയം കുറേ കാര്യങ്ങൾ. ഇന്ന് നമ്മൾ 120ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു വെറും 2.5 മണിക്കൂർ കൊണ്ട്. ആ ടോപ്പിക്സ് നല്ല നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സ് എക്സാമിന് ക്വസ്റ്റ്യൻ വരില്ലാതെ എന്റെ ഉറപ്പാണ്. കഴിഞ്ഞ മുമ്പത്തെ ഒരു പാർട്ട് ഞാൻ ചെയ്തിരുന്നു, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ 2 ചാപ്റ്റേഴ്സ് നല്ല സൂപ്പറായി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻസ് അത് സെറ്റ് ആക്കി പോയിക്കോ, എക്സാം നിങ്ങൾ ചീറിയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. യെസ്, ഫുള്ള് കണ്ടു, വെരി ഗുഡ്. സോണിയ PS, സോണിയ ഫുള്ള് കണ്ടു, റെഡിയാണ്, സെറ്റ് ആണ്. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. ഖദീജ, ദിൽഫ കുട്ടി, ഹായ്. സോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ചോദ്യം മക്കളെ, ഡിഫൈൻ സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് എൻറ്റയർ മാസ് ഓഫ് സിസ്റ്റം ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. അല്ലേ, മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് കരുതപ്പെടുന്ന ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് മാസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. Write the expression for position vector of center of mass of an n particle system. മക്കളെ ശ്രദ്ധിക്കുക, ദാ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട് എൻ്റെ കയ്യിൽ. പാർട്ടിക്കിൾ 1, പാർട്ടിക്കിൾ 2, പാർട്ടിക്കിൾ 3, പാർട്ടിക്കിൾ 4. ഓരോ പാർട്ടിക്കിളിന്റെയും സെന്റർ ഓഫ് ദാ പിന്നെ പൊസിഷൻ വെക്ടർ. ദാ ഒരു പൊസിഷൻ വെക്ടർ, അടുത്ത പൊസിഷൻ വെക്ടർ, അടുത്ത പൊസിഷൻ വെക്ടർ, അടുത്ത പൊസിഷൻ വെക്ടർ. കണ്ടല്ലോ, ഓരോ പാർട്ടിക്കിളിന്റെയും പൊസിഷൻ വെക്ടേഴ്സ് ആണ്. ഇത് R1, ഇത് R1, ഇത് R2, ഇത് R3, ഇത് R4. മാസ് M1, മാസ് M2, മാസ് M2, മാസ് M3, മാസ് M4. ഇങ്ങനെ കുറെ പാർട്ടിക്കിൾസ്, n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിന്റെ ആ പാർട്ടിക്കിൾസിന്റെ ഒക്കെ സെന്റർ ഓഫ് മാസ് കാണുന്ന ഇക്വേഷൻ ആണ് RCM is equal to എന്താ? RCM എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ ആട്ടോ. is equal to ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ മാസ് ഇൻടു അതിന്റെ പൊസിഷൻ വെക്ടർ പ്ലസ് M1R1 പ്ലസ് M2R2 പ്ലസ് എക്സെട്രാ പ്ലസ് MnRn ഹോൾ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് എക്സെട്രാ പ്ലസ് Mn ആണ് എന്ന് വരെ, അല്ലെങ്കിൽ ടോട്ടൽ മാസ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എന്ത്? പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ്. സെറ്റ് ആണല്ലോ? റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write the expression for velocity of center of mass of n particles. n particles in the velocity എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിന് വെലോസിറ്റി ഉണ്ടെങ്കിൽ സെന്റർ ഓഫ് മാസിൽ എന്തുണ്ടാവും? വെലോസിറ്റി ഉണ്ടാവും. സോ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി എന്താണ്? m1v1 m2v2 എക്സെട്രാ mnvn ഡിവൈഡഡ് ബൈ m1 m2 എക്സെട്രാ mn ആണ്. അല്ലെങ്കിൽ താഴെ ക്യാപിറ്റൽ M എന്ന് കൊടുക്കുക, കാരണം അത് ടോട്ടൽ മാസ് ആയതുകൊണ്ട്. റൈറ്റ്? ഓക്കെ, ഇത് ഇത്രയും കാര്യമൊക്കെയുള്ള മക്കളെ. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് പൊസിഷൻ സെന്റർ ഓഫ് മാസ് അല്ലെ, സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ XCM. എന്താ XCM? അത് സെന്റർ ഓഫ് മാസിന്റെ x കോർഡിനേറ്റ് ആണ്. അത് കാണാൻ നമുക്ക് ഇങ്ങനെ എഴുതാം: m1x1 പ്ലസ് m2x2 പ്ലസ് എക്സെട്രാ പ്ലസ് mnxn ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് എക്സെട്രാ പ്ലസ് mn എന്നെഴുതാം. അതുപോലെ YCM എന്താണ്? m1y1 പ്ലസ് m2y2 പ്ലസ് എക്സെട്രാ പ്ലസ് mnyn ഡിവൈഡഡ് ബൈ എന്താണ്? m1 പ്ലസ് m2 പ്ലസ് എക്സെട്രാ പ്ലസ് mn. ഇതെന്താ? സെന്റർ ഓഫ് മാസിന്റെ y കോർഡിനേറ്റ് കാണുന്ന ഇക്വേഷൻ ആണ്. അതുപോലെ നമുക്ക് z കോർഡിനേറ്റ് കാണുന്ന ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. റൈറ്റ്? അത് ഓർത്ത് വെക്കുക, ബിക്കോസ് അത് വെച്ച് മേ ബി ക്വസ്റ്റ്യൻസ് ഉണ്ടായേക്കാം. ഇനി വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ആണ്. വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കാണാൻ m1v1 പ്ലസ് m2v2 പ്ലസ് എക്സെട്രാ പ്ലസ് mnvn ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് എക്സെട്രാ പ്ലസ് mn ഓർ ക്യാപിറ്റൽ M എന്ന് കൊടുത്താൽ മതി. ഇതാണ് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്. ഇനി acceleration of center of mass എന്താ? സെയിം ടൈപ്പ് ഇക്വേഷൻ. എന്താണ്? m1a1 plus m2a2 plus etc plus mnan divided by എന്താണ്?
ടോട്ടൽ മാസ് എന്ന് വരിക. ഇനി മൊമെന്റം ഓഫ് സെന്റർ ഓഫ് മാസ് അവർ പറഞ്ഞില്ല, മൊമെന്റം ഓഫ് ചോദിച്ചില്ല. സോ മൊമെന്റം ഓഫ് സെന്റർ ഓഫ് മാസ് ആണെങ്കിൽ ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റം പ്ലസ് രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റം പ്ലസ് എക്സെട്രാ പ്ലസ് എന്നാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റം എന്നാ വരിക. ഇനി ഫോഴ്സ് ഓൺ സെന്റർ ഓഫ് മാസ് ആണെങ്കിൽ FCM is equal to F1 plus F2 plus എക്സെട്രാ പ്ലസ് FN ആണ് വരിക. ഓക്കെ ആണല്ലോ? എല്ലാം പറഞ്ഞു. സെന്റർ ഓഫ് മാസുമായി ബന്ധപ്പെട്ട് പൊസിഷൻ പറഞ്ഞു, പൊസിഷൻ വെക്ടറിലും പറഞ്ഞു, കോർഡിനേറ്റ്സിലും പറഞ്ഞു, പിന്നെ വെലോസിറ്റി പറഞ്ഞു, ആക്സിലറേഷൻ പറഞ്ഞു, മൊമെന്റം പറഞ്ഞു, ഫോഴ്സ് പറഞ്ഞു. ആരെ? സെന്റർ ഓഫ് മാസിന്റെ. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും കംപ്ലീറ്റ് ആയി. ഓക്കെ ആണോ? ഇനി അടുത്ത് നോക്കാം. When the total external force on system is zero, velocity of center of mass remains constant or the center of mass system is in dash. അതായത് സിസ്റ്റത്തിലുള്ള നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്താ മക്കളെ? സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് റിമെയിൻസ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് എന്താണ്? മക്കളെ, അതായത് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് എന്തിലായിരിക്കണം? യൂണിഫോം മോഷനിലോ റെസ്റ്റിലോ ആയിരിക്കണം. ബിക്കോസ് സെന്റർ ഓഫ് മാസിന് ആക്സിലറേഷൻ ഉണ്ടാകാൻ പാടില്ല. സെന്റർ ഓഫ് മാസിന് ആക്സിലറേഷൻ ഉണ്ടാവണമെങ്കിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് വരണം. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല, അതുകൊണ്ട് സെന്റർ ഓഫ് മാസിന് ആക്സിലറേഷൻ ഉണ്ടാകാൻ പാടില്ല. സെന്റർ ഓഫ് മാസിന് ആക്സിലറേഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ? സെന്റർ ഓഫ് മാസ് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യണം, മോഷനിലാണെങ്കിൽ ആ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം, യൂണിഫോം മോഷനിൽ. സോ എന്താണ് യൂണിഫോം മോഷൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് യൂണിഫോം വെലോസിറ്റി എന്നായിരിക്കും നല്ലത് കേട്ടോ. യൂണിഫോം വെലോസിറ്റി അതാണ് ബെസ്റ്റ്. ഓക്കെ ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ്, define vector product or cross product of two vectors A and B. രണ്ട് വെക്ടേഴ്സിന്റെ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? A cross B ആണ്. അത് mod A mod B sin theta n cap ആണ്. ഓക്കേ, n cap എന്ന് പറഞ്ഞാൽ എന്താ? It's a unit vector along A cross B. A cross B എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കുള്ള എന്താണ്? യൂണിറ്റ് വെക്ടർ ആണ്. എന്തെന്ന് പറഞ്ഞാൽ n cap എന്ന് പറഞ്ഞാൽ. That's all. അപ്പോൾ A cross B ന്റെ ഇത് പഠിച്ചു വെക്കുക. എങ്ങനെ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി എന്താണ് ക്രോസ് പ്രൊഡക്റ്റിന്റെ വെക്ടർ പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നോക്കണം. A ക്രോസ് A എന്താ? സീറോ. സംശയിക്കണ്ട, എയും എയും സെയിം ഡയറക്ഷനിലേക്ക് ആയതുകൊണ്ട് ക്രോസ് എടുത്താൽ 0 ആണ് കിട്ടുക. എന്താ? I ക്രോസ് I 0, J ക്രോസ് J 0, K ക്രോസ് K 0. I ക്രോസ് J എന്താ? K. അത് ഓർത്ത് വെക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, I J K. I എന്ന് J ലേക്ക് ഇതാ ഒരു ഏരോ മാർക്ക്, ഒരു ഏരോ മാർക്ക്. I ക്രോസ് J എന്ന് പറഞ്ഞാൽ എന്താ? K. J ക്രോസ് K എന്ന് പറഞ്ഞാൽ എന്താ? I. ഇനി K ക്രോസ് I എന്ന് പറഞ്ഞാൽ എന്താ? J. ഇനി K ക്രോസ് J ബാക്കോട്ട് വന്നാൽ എന്താ? അത് -I ആണ്. J ക്രോസ് I എന്ന് പറഞ്ഞാൽ -K ആണ്. I ക്രോസ് K എന്ന് പറഞ്ഞാൽ -J ആണ്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആക്കി വെക്കുക. റെഡി ആണെന്ന് വിചാരിക്കുന്നു. സോ വി ക്യാൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് write the relation between angular velocity and linear velocity. ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? V is equal to omega cross r. നിർബന്ധമായി പഠിച്ചു വെക്കണം, omega cross r. Otherwise, if the angle between omega and r is 90, then V is equal to r omega എന്ന് നമുക്ക് എഴുതാൻ പറ്റും. Right? Next question. Define angular acceleration. എന്താ മക്കളെ angular acceleration എന്ന് പറഞ്ഞാൽ? Rate of change of angular velocity ആണെന്ത്? Angular acceleration. അതിന്റെ ഇക്വേഷൻ എന്താ? Alpha is equal to d omega by dt. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം കൂടിയാണ്. നെക്സ്റ്റ്, the rotational analog of forces. അതായത് ഫോഴ്സിന്റെ റൊട്ടേഷൻ മോഷനിൽ ഉപയോഗിക്കുന്ന സാധനം എന്താ? ടോർക്ക്. സംശയം എന്താ? അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നും പറയാം. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ടോർക്കാണ്. റൊട്ടേഷൻ മോഷനിൽ ഫോഴ്സിന് പകരം ഉപയോഗിക്കുന്ന സാധനം അതാണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക്. നെക്സ്റ്റ് വൺ, write the equation for torque or moment of force. Torque equation എന്താ? Tau is equal to r cross f ആണ്. അടുത്ത്, the handle of door is always fixed at the edge of the door. അതായത് ഒരു ഡോർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, മക്കൾ നോക്കടാ, ഒരു ഡോർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഡോറിന്റെ ഏറ്റവും എഡ്ജിലാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുക? ഹാൻഡിൽ ഫിക്സ് ചെയ്യുക. Now which is locate maximum possible distance from hinges. മക്കളെ, hinges വരെ ഉണ്ടാവുക. hingesൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസിലാണ് എന്ത് വെക്കുക? നമ്മളെ ഹാൻഡിൽ വെക്കുക. എന്തിനാണ് അങ്ങനെ വെക്കുന്നത്? അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുക ഇവിടെയാണ്. അപ്പൊ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ R will be maximum. R will be maximum. R maximum ആകുമ്പോൾ ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? R F sin theta ആണ്. അപ്പൊ ടോർക്ക് മാക്സിമം ആകുമ്പോൾ എന്താ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡി ആവുന്നില്ലേ? യെസ്. ഓക്കെ. അപ്പോ R മാക്സിമം ആകുമ്പോൾ മക്കളെ നോക്കടാ,
R maximum ആകുമ്പോൾ നമ്മുടെ ടോർക്കും എന്താവും മാക്സിമം R മാക്സിമം ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫോഴ്സ് എവിടെ അപ്ലൈ ചെയ്യുന്നത് at the end of the അല്ലെങ്കിൽ maximum distance from the axis we are applying the force reason to increase the R and make it as maximum then torque also becomes maximum that is the right answer okay ആണെന്ന് വിചാരിക്കുന്നു next question find the torque of a force 7I plus 3J plus 5K മക്കളെ ഇത് ഫോഴ്സ് ആണ് ഇനി the origin the force acts on the particle position vector എന്താണ് ഇതാണ് position vector R അല്ലേ ഇത് ഫോഴ്സ് മറ്റേ R torque എങ്ങനെ കാണാം torque is equal to R cross F ആണ് is equal to R cross F എന്ന് പറഞ്ഞ IJK ഇനി R ന്റെ R ന്റെ എന്താ 1 ഇവിടുത്തെ R ന്റെ കോഎഫിഷ്യൻസ് ഇതും അതിന്റെ കോഎഫിഷ്യൻസ് എന്തൊക്കെയാണ് 1 -1 1 ഇനി F ന്റേത് 7 3 -5 is equal to I cap into ഇത് മൈനസ് ഇത് എന്താ -1 into -5 എന്താ 5 ആണ് -3 ആണ് ഇനി -j cap into ഇത് into ഇത് എന്താ 1 into -5 എന്താ -5 -7 ഉണ്ടാവും plus k cap into എന്താ ഇത് രണ്ടും പോകുമ്പോൾ എന്താ 3 minus 7 3 minus 7 3 plus 7 that is equal to 2I minus -5 -7 -2 plus -12 ആണ് അപ്പോൾ ഈ മൈനസ് പ്ലസ് ആവും +12 പിന്നെന്താ +10k എന്നുണ്ടാവും 2I plus 12j plus എന്താണ് 10k is the right answer ready അപ്പോൾ വളരെ സിമ്പിൾ ആയി എങ്ങനെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക ആദ്യം ഇത് എഴുതുക എന്നിട്ടോ ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുക പിന്നെ -j എടുക്കുക അപ്പോൾ ഇത് ഒഴിവാക്കുക ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുക പിന്നെ k എടുക്കുക +k എടുക്കുക അത് ഒഴിവാക്കുക ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുക ഇത്രയേ ഉള്ളൂ സംഭവം ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ angular momentum is the rotation analog of മക്കളെ angular momentum എന്തിന്റെ റൊട്ടേഷൻ മോഷനുള്ള സാധനമാണ് അത് മൊമെന്റത്തിന്റെ ലീനിയർ മൊമെന്റം അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ മതി ഓക്കേ സോ മൊമെന്റത്തിന്റെ ലീനിയർ മൊമെന്റത്തിന്റെ റൊട്ടേഷൻ അനലോഗ് ആണ് ആര് angular momentum ട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ write the relation between connecting angular momentum and linear momentum angular momentum തമ്മിലുള്ള ബന്ധം എന്താണ് L is equal to R cross P ആണ് ടോർക്കും ഫോഴ്സും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു ടോ is equal to R cross F ആണ് that's all next the moment of linear momentum is called angular momentum moment of linear momentum എന്താണ് moment of momentum എന്താണ് angular momentum ആണ് moment of force എന്താണ് ടോർക്ക് ആണ് ഓക്കേ അല്ലേ നെക്സ്റ്റ് write the relation between torque and angular momentum ടോർക്കും ആംഗുലർ മൊമെന്റും തമ്മിലുള്ള ബന്ധം അപ്പോൾ ഫോഴ്സും മൊമെന്റും തമ്മിലുള്ള ബന്ധം എന്താ F is equal to dp/dt അപ്പോൾ ടോർക്കും ആംഗുലർ മൊമെന്റും ആവുമ്പോൾ ടോ is equal to dl/dt നെക്സ്റ്റ് അടുത്ത് deduce the relation connecting torque and angular momentum ടോർക്കും ആംഗുലർ മൊമെന്റും തമ്മിലുള്ള ബന്ധം നമ്മൾ എന്ത് ചെയ്യണം അത് ഉണ്ടാക്കണം show that okay അപ്പോൾ ഇത് നോക്കണം അവർ തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറയാണ് സോ L is equal to R cross എന്തെന്ന് പറയാണ് ഇങ്ങ് മാറ്റാം ഓക്കേ L is equal to എന്താ മക്കളെ R cross P ആണ് ഞാൻ രണ്ട് ഭാഗവും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലിസൺ ഞാൻ രണ്ട് ഭാഗവും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക d/dt ഓഫ് എന്താണ് R cross P അപ്പോൾ ഈ സാധനം എന്താവും R cross dp/dt പ്ലസ് എന്താണ് dr/dt ക്രോസ് p എന്നുണ്ടാവും ഓക്കേ ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പിന്നെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻടു ഫസ്റ്റ് ഫംഗ്ഷൻ അതാണ് നമ്മൾ ചെയ്തത് സോ അത് ചെയ്യുമ്പോൾ എന്താ ദാറ്റ് ഈസ് ഈക്വൽ ടു dl/dt is equal to മക്കൾ എന്താ വരിക R ക്രോസ് എന്താ dp/dt അത് ഫോഴ്സ് ആണ് പ്ലസ് dr/dt എന്താ വെലോസിറ്റി ആണ് ക്രോസ് p ഉണ്ടാവും വെലോസിറ്റി മൊമെന്റും സെയിം ഡയറക്ഷനിലാണ് അതുകൊണ്ട് ക്രോസ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുക സോ ദിസ് ടേം ബിക്കംസ് ബിഗ് 0 ഓക്കേ സോ വാട്ട് ഈസ് dl/dt is equal to R cross F torque ആണ് so we got the relation between angular momentum and torque ഈ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് relation between angular momentum and torque ന്റെ ഡെറിവേഷൻ ആണ് ഇനി അടുത്ത് the time rate of change of angular momentum of a particle is equal to മക്കളെ ഒന്നുമില്ല rate of change of angular momentum എന്താ ടോർക്ക് സംശയിക്കണം എന്തിനാ ടോർക്ക് അടുത്ത്
State and prove the law of conservation of angular momentum. Law of conservation of angular momentum state ചെയ്യണം prove ചെയ്യണം. State ചെയ്യുക if there is no net external torque on a body then its angular momentum will be conserved. ഒരു ബോഡിയിൽ net external torque ഇല്ല എങ്കിൽ അതിന്റെ angular momentum എന്ത് ചെയ്യും കൺസർവ് ചെയ്യും. സോ അതിന്റെ പ്രൂഫ് ആണ്. അതിന്റെ പ്രൂഫ് എങ്ങനെ മക്കളെ വരിക tau external is equal to dl by dt ആണ്. tau external ഇല്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ dl by dt എന്താവുടാ 0. dl by dt 0 ആണെങ്കിൽ l എന്താ വരിക a constant. l എന്തായി മാറും ഒരു കോൺസ്റ്റന്റ് ആയി മാറും. അത്രയേ ഉള്ളൂ പ്രൂഫ്. ഓക്കേ അല്ലേ? യെസ്. അടുത്ത write an example of a motion in which angular momentum remains constant. Angular momentum constant ആയിരിക്കുന്ന എക്സാമ്പിൾ ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും കറങ്ങുന്ന സമയത്ത് അവിടെ ആംഗുലാർ മൊമെന്റം എന്താണ് കോൺസ്റ്റന്റ് ആണ് കൺസർവ്ഡ് ആണ്. ഒരു സാറ്റലൈറ്റ് ഒരു പ്ലാനറ്റിന് ചുറ്റും കറങ്ങുന്ന സമയത്ത് അവിടെ ആംഗുലാർ മൊമെന്റം എന്താണ് അത് കൺസർവ്ഡ് ആണ് കോൺസ്റ്റന്റ് ആണ്. ഓക്കേ അല്ലേ? ഒരു എക്സാമ്പിൾ ആവശ്യപ്പെട്ട് പറഞ്ഞു. നെക്സ്റ്റ് what do you mean by equilibrium of a rigid body? ഒരു ബോഡിയുടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? A body is said to be in equilibrium if it is in both translational and rotational equilibrium. ഒരു ബോഡി ഇക്വിലിബ്രിയം ആണ് എന്ന് പറയണമെങ്കിൽ അത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലും ആയിരിക്കണം റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലും ആയിരിക്കണം. അതാണ് ഇക്വിലിബ്രിയം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം? സിമ്പിൾ ആയിട്ട് പറഞ്ഞോ a body is said to be in translational equilibrium if the net force on that body is 0. ഇനി എന്താ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം? a body is said to be in equilibrium in equilibrium rotational equilibrium if the net torque on that body is 0. അപ്പോൾ ഒരു കാര്യം പറയാം, ഒരു ബോഡി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലും റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലും ആണെങ്കിൽ ആ ബോഡി ഇക്വിലിബ്രിയം ആവുള്ളൂ. അപ്പൊ എന്ത് പറയാം നെറ്റ് ഫോഴ്സും നെറ്റ് ടോർക്കും 0 ആണെങ്കിൽ ആ ബോഡി എന്തായിരിക്കും ഇക്വിലിബ്രിയം ആയിരിക്കും എന്ന് പറയാൻ പറ്റും. റൈറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ what is partial equilibrium? ഒരു ബോഡി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൽ ആവുകയും റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിൽ ആവാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് പാർഷ്യൽ ഇക്വിലിബ്രിയം. ഓക്കേ അല്ലേ? നെക്സ്റ്റ് ഡിഫൈൻ കപ്പിൾ. കപ്പിൾ എന്ന് പറഞ്ഞാൽ two equal and opposite forces acting on a body on different line of action. ഒരു ബോഡിയിൽ ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷനിൽ ഇത് ലൈൻ ഓഫ് ആക്ഷൻ ആണ്, ഇത് വേറെ ലൈൻ ഓഫ് ആക്ഷൻ ആണ്. അതിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനെയാണ് കപ്പിൾ എന്ന് വിളിക്കുക. റൈറ്റ്? ഓക്കെ. ഇനി ഈ കപ്പിളിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക്? കപ്പിൾ ഓഫ് ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണല്ലോ. നെറ്റ് ഫോഴ്സ് 0 അല്ലേ വരിക? താഴേക്കുള്ള അതേ ഫോഴ്സ് മുകളിലേക്ക് ഉണ്ട്. സോ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും 0. പക്ഷെ നെറ്റ് ടോർക്ക് എന്താവില്ല 0 ആവില്ല. കാരണം ഈ ഫോഴ്സ് ഇയാളെ ഇങ്ങോട്ടേക്ക് കറക്കുമ്പോൾ ഈ ഫോഴ്സും അങ്ങോട്ടേക്ക് തന്നെ കറക്കും. സോ ഇത് മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങും. ഈ ഒരു ആക്സിസിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യും? ആ സാധനം കറങ്ങും. അപ്പൊ ഓർത്തു വെക്കുക, കപ്പിൾ ഓഫ് ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ ടോർക്ക് ഉണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാവില്ല. അപ്പൊ ഈ സാധനം എന്തിലാണ്? ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആയിരിക്കും, പക്ഷെ എന്തല്ല? റൊട്ടേഷണൽ ഇക്വിലിബ്രിയം അല്ല, നെറ്റ് ടോർക്ക് ഉള്ളതുകൊണ്ട്. റൈറ്റ്? നെക്സ്റ്റ് സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ലിവറിനെ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോക്കടാ, ഇത് ഫൽക്രമാണ്. ഇത് ഫൽക്രമാണ്. ദിസ് ഈസ് ഫൽക്രം. ഇവിടെ ഫോഴ്സ് F1, ഇത് F1, ഇതെന്താണ് D1. ഇവിടെ ഫോഴ്സ് F2, ഇവിടെ എന്താ ഈ ലെങ്ത് എന്താ D2. അപ്പോൾ എന്താണ് അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്? ലോഡ് ഇൻറ്റു ലോഡ് ആം ഇസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം. ഇത് ഇൻറ്റു ഇത് ഈസ് ഈക്വൽ ടു ഇത് ഇൻറ്റു ഇതായിരിക്കും. സോ ഈ ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് വളരെ ചെറുതാ, കാരണം ഈ ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട്. റൈറ്റ്? ഓക്കെ. നെക്സ്റ്റ് വാട്ട് ഈസ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ബോഡി? ഒരു ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡിയുടെ മൊത്തം വെയിറ്റും കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് കരുതപ്പെടുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. സോ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ബോഡി is the point at which entire weight of the body is assumed to be concentrated. Okay ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ what is moment of inertia is the rotational analog of അതായത് rotational analog എന്തിന്റെ rotational analog ആണ് moment of inertia? ഇനർഷ്യന്റെ ഒന്നും കൂടി സ്പെസിഫിക് ആയി പറഞ്ഞ മാസിന്റെ. ഓക്കേ അല്ലേ? അപ്പോൾ മാസ് ഓർ ഇനർഷ്യ രണ്ടും കറക്റ്റ് ആട്ടോ. നെക്സ്റ്റ് rotational analog of mass is moment of inertia. അടുത്ത mass is a measure of dash and moment of inertia is a measure of dash. mass is a measure of inertia ആണ് അല്ലേ? ഇനർഷ്യ. അതായത് ഇനർഷ്യ എന്ന് പറഞ്ഞ സാധനം മാസിനനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പൊ മാസ് എന്തിന്റെ മെഷറാ? ഇനർഷ്യന്റെ മെഷറാ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണെങ്കിലോ റൊട്ടേഷണൽ ഇനർഷ്യ ആണ്. ഓക്കെ അല്ലേ? റൊട്ടേഷണൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ ഇനർഷ്യന്റെ മെഷർ ആണെന്ത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. റൈറ്റ്? നെക്സ്റ്റ് write the expression for moment of inertia of a particle of mass m rotating about an axis. Okay, അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഉണ്ട് m, അത് r ഡിസ്റ്റൻസിൽ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്?
റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എം മാസുള്ള പാർട്ടിക്കിൾ ആണ്. ആർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. ശ്രേയ ചോദിക്കുന്നുണ്ട് എക്സാം ടഫ് ആവോ ചോദിക്കുന്നുണ്ട്. എക്സാം ടഫ് ആവോ ചോദിച്ചു കഴിഞ്ഞാല് ചാൻസ് ഇല്ലായൊന്നുമില്ല ടഫ് ആവാൻ. കാരണം ഇപ്പൊ നടക്കുന്ന എക്സാംസ് ഒക്കെ കുറച്ച് എന്താണ്, പിന്നെ നമ്മൾ ഇപ്പൊ നടക്കുന്ന എക്സാംസ് ഒക്കെ ചില എക്സാംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കേട്ടി ചോദിക്കുന്നുണ്ട്. ഈ ലൈവ് ക്ലാസ് മാത്രം കണ്ടാലൊന്നും മാർക്ക് കിട്ടാത്ത രീതിയിലേക്കുള്ള കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ്, അതായത് നന്നായി പ്രാക്ടീസ് ചെയ്ത കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം വരുന്നത്. അപ്പൊ നല്ലോണം ചാപ്റ്ററിലേക്ക് ഡെപ്ത് നോളേജ് കമ്പൽസറി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ലൈവ് ക്ലാസ് നിങ്ങൾ എന്തിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാവൂ? ശരിക്കും ചാപ്റ്റർ ഫുള്ള് പഠിക്കാനോ അതിന് ലൈവ് ക്ലാസ് ഉപയോഗിക്കരുത്. ലൈവ് ക്ലാസ് ഓൺലി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷന് മാത്രം. അല്ലാതെ നിങ്ങൾ ചാപ്റ്റർ കംപ്ലീഷന് വേണ്ടി ഒരിക്കലും ലൈവിന് എന്ത് ചെയ്യരുത്, ഡിപ്പെൻഡ് ചെയ്യാറ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ. ഓക്കെ, of mass m rotating about an axis. Okay, അപ്പോൾ ഒരു ആക്സിസിന് ചുറ്റും ഒരു മാസ് കറങ്ങുക, m മാസ്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താ? m × r സ്ക്വയർ. റേഡിയസ് എന്താണെങ്കിൽ r ആണെങ്കിൽ. അടുത്തത് write the equation for rotational kinetic energy half I omega square. അപ്പോൾ ഈ rotational kinetic energy ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ഡിറൈവ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അറിയോ? ഒരു ബോഡി എന്താണ്? ഒരു ബോഡി കറങ്ങാൻ നോക്കുകയാണ്. ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി 0 ആണ്. ഫൈനൽ ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്. ഓക്കെ, അത് കറങ്ങുന്ന ആംഗുലർ ആക്സലറേഷൻ ആൽഫയാണ്. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ആക്ട് ചെയ്യുന്ന ടോർക്ക് ടോ ആണ്. അങ്ങനെ വെച്ചാൽ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടോ ഇൻറ്റു തീറ്റ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ടോ ഇൻറ്റു തീറ്റ. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടോ എന്ന് പറഞ്ഞാൽ എന്താ? I ആൽഫ ഇൻറ്റു തീറ്റ. ഫോഴ്സിന് പകരം എംഎക്ക് പകരം I ആൽഫ. ഓക്കെ, അപ്പൊ I ആൽഫ ഇൻറ്റു തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു, മക്കളെ ഇവിടെ ഞാൻ ഒമേഗ I സ്ക്വയർ omega f square is equal to v square is equal to u square plus 2as എന്നുള്ള ഇക്വേഷൻ റൊട്ടേഷനിലേക്ക് മാറ്റി 2 alpha theta എന്നായി. ഇതിൽ omega I 0 ആണ്. So what is omega f? Omega f പറഞ്ഞാൽ omega ആണ്. Omega square is equal to 2 alpha theta എന്നുണ്ടാവും. From here what is alpha theta? Omega square by 2 substitute ചെയ്യും. So I into alpha theta പകരം omega square by 2. What is half I omega square. ഇതാണ് എന്ത്? റെസ്റ്റിലുള്ള ഒരു ബോഡിയെ ടോർക്ക് കൊടുത്തിട്ട് അതിനെ ഒമേഗ ആംഗുലർ വെലോസിറ്റിയിലേക്ക് എത്തിക്കാൻ ചെയ്യേണ്ട വർക്ക്. അത് ഈ വർക്ക് നേരെ എന്തായിട്ട് മാറും? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി മാറും. സോ വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി? half I omega square. That's it. Next question. What do you mean by radius of gyration? മക്കളെ നോക്കടാ, എന്റെ കയ്യിൽ ഒരു ബോഡി ഉണ്ട്. ഇതൊരു ആക്സിസ് ആണ്. ഈ ബോഡിയുടെ ഈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിൽ നിന്നുമുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കണ്ടീഷൻ. അവിടെ നമ്മൾ ഇവന്റെ മാസ് m ആണ്. ഈ ആക്സിസിൽ ഈ ബോഡി ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ I ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയുടെ ഈ ആക്സിസിലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ ആ ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആക്കി നമ്മൾ മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്യാണ് എങ്കിൽ ഈ സിസ്റ്റത്തിന് ഇവന്റെ അതേ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I ആയിക്കണം എന്ന് mk². ഓക്കെ ആണോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി അബൌട്ട് an axis is the perpendicular distance from the same axis at which if the entire mass of this body is concentrated there, then it should have the moment of inertia same as that of original body. That's all. ഓക്കെ ആണല്ലോ? ഇതിനെ നമ്മൾ മൊമെന്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് വിളിക്കുക. അതായത് ഒരു ബോഡിയുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡിയുടെ ഒരു ആക്സിസിലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ ആ ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് അകലെ ഇവന്റെ മൊത്തം മാസം കൊണ്ടുപോയി വെച്ചാൽ അതിന് ഇവന്റെ അതേ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവണം. ആ ഒരു പിന്നെ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. നെക്സ്റ്റ്, the moment of inertia of a disk m and radius r about an axis passing through its center and perpendicular to its plane. സാധാരണ ഡിസ്ക് ഈ ഡിസ്കിലൂടെ പോണ ആക്സ് എങ്ങനെയാണ്? ഇങ്ങനെയാണ് ആക്സ് പോണത് അല്ലേ? ആക്സ് ഇങ്ങനെയാണ് പോണത്. ഇനി എന്താ അവിടുത്തെ ഈ ആക്സിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് mr²/2 ആണ്. What is radius of gyration in this case? ഈ കേസിൽ radius of gyration എന്താണെന്ന് അപ്പൊ നമ്മൾ ഈ ആക്സിസിൽ നിന്ന് ഒരു k ഡിസ്റ്റൻസ് അകലെ ഇതിന്റെ മൊത്തം മാസും m ഉം കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ അവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ mk² അല്ലേ എന്ന്, അത് മറ്റേന് ഈക്വൽ ആവണ്ടേ എന്ന്. അപ്പൊ എന്താ mr²/2 എന്ന് എഴുതും. ഓക്കെ, സോ m കട്ട് ആവുമ്പോൾ എന്താ? k² is equal to r²/2. What is k? K is equal to root of r²/2. എന്താ? r/√2 is the right answer.
അഥവാ റേഡിയസ് ഓഫ് ഗൈറേഷൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നിട്ട് അതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാൻ പറഞ്ഞ ഏറ്റവും സിമ്പിൾ ടെക്നിക്ക് എന്താ അറിയോ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ടോട്ടൽ മാസ് തട്ടുക, എന്നിട്ടോ ബാക്കിയുള്ള ഈ റൂട്ട് കൊടുത്താൽ മതി, ആൻസർ ആയി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഫ്ലൈവീൽ? ഫ്ലൈവീൽ എന്ന് പറഞ്ഞാൽ നല്ല മാസ് ഉള്ള ഒരു ഡിസ്ക് ആണ്. ഓക്കെ, ആ ഒരു ഡിസ്കിന് നല്ല മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവും. അത് വെഹിക്കിൾസിലൊക്കെയാണ് യൂസ് ചെയ്യുക, മെഷീൻസിലും വലിയ മെഷീൻസിലും വെഹിക്കിൾസിലും ഒക്കെയാണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അതിന് അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് a disk with large moment of inertia is called എന്താണ്? ഫ്ലൈവീൽ. നല്ല മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ള ഒരു എന്താണ് ഡിസ്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്ലൈവീൽ എന്ന് വിളിക്കുക കേട്ടോ. യെസ്, അടുത്ത് ഇനി റിലേഷൻ ബിറ്റ്വീൻ എന്താണ് ലീനിയർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് എക്സിന് പകരം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഉപയോഗിക്കും. പിന്നെ വെലോസിറ്റിക്ക് പകരം എന്താ വിക്ക് പകരം ഒമേഗയാണ്. dx by dt പകരം എന്താ d theta by dt ആണ്. ആക്സിലറേഷൻ dv by dt. അവിടെ ആംഗുലാർ ആൽഫ എന്താ d omega by dt ആണ്. മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉപയോഗിക്കും. F is equal to ma, tau is equal to I alpha, work is equal to F into S, F dot S ആണെങ്കിൽ എന്താ tau dot theta ആണ് വരിക. കൈനറ്റിക് എനർജി ഹാഫ് mv സ്ക്വയർ, ഇവിടെ എന്താ ഹാഫ് I omega സ്ക്വയർ ആണ്. പവർ എന്താ F dot v ആണെങ്കിൽ tau dot omega ആയിരിക്കും. ആംഗുലർ മൊമെന്റം mv ആണെങ്കിൽ എന്താണ് I omega ആയിരിക്കും. പിന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയൽ കൺവേർട്ട് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ്, അടുത്ത ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. A cord of negligible mass is wound round the rim of a flywheel mounted on a horizontal axis as shown in the figure. Calculate the angular acceleration of wheel if steady pull off. If steady pull off 25 Newton is applied on the cord, moment of inertia of flywheel is about mr square by 2. Fine. Question ചോദിച്ചു മക്കളെ, mr square by 2 ആണ്. സോ വേഗം മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാം. കാണുന്നില്ല, ഇവിടെ ഏരിയ കാണിച്ചില്ല, നമുക്ക് വേഗം തീർക്കാൻ വേണ്ടിയാണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷൻ mr square by 2. വേഗം ഞാൻ സോൾവ് ചെയ്തു. m ന് 20 എന്ന് കൊടുത്തു, r ന് 20 സെന്റിമീറ്റർ ആണ്, അത് മീറ്റർ ആക്കുമ്പോൾ 0.2 ഉണ്ടാവും. സോ 0.2 സ്ക്വയർ ബൈ 2 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 0.4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. എന്ത് കിട്ടി? മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടി. അവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്താൽ ഈ ഫോഴ്സ് കാരണം ഇത് കറങ്ങും. അത് കറങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ടോർക്ക് ഉണ്ടായി, അതുകൊണ്ട് അത് കറങ്ങി. ഈ ഫോഴ്സ് ടോർക്ക് ഉണ്ടാക്കി. ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ആക്സിസ് ആണ്. സോ ഈ ആക്സിസും ഈ ഫോഴ്സ് ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതല്ലേ? അപ്പൊ ഫോഴ്സ് ഇൻടു എന്ത് വേണം? ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. മക്കളെ ഓക്കെ ആണോ? സ്റ്റെക്ക് ഉണ്ടോ? സ്റ്റെക്ക് വരുന്നുണ്ടോ? ഫുൾ ടൈം ഉണ്ടോ? ഇടക്കിടക്ക് വരുന്നുണ്ടോ? സ്റ്റെക്ക് വരുന്നുണ്ടോ? ഓക്കെ 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 നോക്കൂട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആദ്യം കണ്ടെത്തി. കാരണം നമുക്ക് ഇവനെ കറക്കാണ്. സോ അവിടെ ഫോഴ്സ് കൊടുക്കുകയാണ്. ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ ടോർക്ക് ക്രിയേറ്റ് ചെയ്യും. ആ ടോർക്ക് നമുക്ക് ആദ്യം കാണും. ടോർക്ക് എങ്ങനെ കാണാം? ഫോഴ്സ് ഇൻറ്റു ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് റേഡിയസ് ആ. അപ്പൊ ഫോഴ്സ് ഇൻറ്റു റേഡിയസ് അടിച്ചാൽ മതി, ടോർക്കായി. സോ ടോർക്ക് എന്താ? 25 × 0.2. എന്താ ആൻസർ? 5 ന്യൂട്ടൺ മീറ്റർ ഉണ്ടാവും. അപ്പൊ ടോർക്ക് കിട്ടി. Tau is equal to I alpha ആണ്. സോ I കിട്ടിയിട്ടുണ്ട്, ടോർക്ക് കിട്ടിയിട്ടുണ്ട്. സോ വി ക്യാൻ ഫൈൻഡ് എന്താണ്? ആൽഫ കാണാൻ പറ്റും. എന്താ മക്കളെ ആൽഫ? ടോ ബൈ ഐ. ടോ എത്രയാണ്? 5. ഐ എത്ര? 0.4. ആൻസർ ഈസ് 12.5 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതിന്റെ എന്ത്? ആംഗുലാർ ആക്സിലറേഷൻ കാണാൻ ചോദിച്ചാൽ എന്താ? ആൽഫ. അപ്പൊ മനസ്സിലാക്കേണ്ടത് രണ്ട് രീതി ടോർക്ക് കാണാം. ഒന്ന് ഐ ആൽഫ വെച്ചിട്ടും പിന്നെ ടോർക്കിന്റെ ഡെഫിനിഷൻ വെച്ചിട്ടും. എങ്ങനെ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വെച്ചിട്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ല? ഓക്കെ ആണോ? 1 സെക്കൻഡ്.
മക്കളെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ക്ലിയർ ആണോ? Okay, fine. So we can start. അപ്പോൾ നോക്കിക്കോട്ടോ. A chord of negligible mass. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പറയാം, ഇമ്പോർട്ടന്റ് ആണ്. So listen. A chord of negligible mass is wound round the rim of a flywheel mounted on a horizontal axis. അല്ലേ? Axle as shown in the figure. Calculate the angular acceleration of wheel if steady pull of 25 N is applied on the cord. Moment of inertia is എത്രയാണ്? mr square by 2. ഡിസ്ക് ആയതുകൊണ്ടാണ് mr square by 2. Now ഞാൻ ആദ്യം മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടെത്തി. എങ്ങനെ? മാസ് തന്നിട്ടുണ്ട്, റേഡിയസ് പറയാം. മാസ് 20 കിലോഗ്രാം ആണ്, റേഡിയസ് 0.2 ആണ്. സോ 20 × 0.2 സ്ക്വയർ ബൈ 2 അവ 0.4 കിട്ടും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടി. ഇവിടെ നമ്മൾ രണ്ട് രീതിയിൽ ടോർക്ക് കാണാം, ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വേണ്ട എന്ത് കിട്ടും? ആംഗുലാർ ആക്സിലറേഷൻ കിട്ടും. സോ രണ്ട് രീതി ടോർക്ക് ആണ്. ഒന്നെന്താ? ഐ ആൽഫ. രണ്ടെന്താ? രണ്ട് ടോർക്കുകളുടെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ആക്സ് ഓഫ് റൊട്ടേഷൻ ആണ്. അപ്പൊ ഈ ഒരു സാധനം ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ കറങ്ങൂലേന്ന്, കറങ്ങുമ്പോഴത്തെ ആക്സിസ് ഉണ്ടാവുകയാണ്. ആക്സിസും ഫോഴ്സ് ലൈൻ ഓഫ് ആക്ഷൻ ഡിസ്റ്റൻസ്, ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും ആക്സും തമ്മിൽ ഉണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതല്ലേ വരിക? അത് റേഡിയസ് ആണ്. അപ്പൊ എന്താ വരിക? ഫോഴ്സ് ഇൻറ്റു റേഡിയസ് അടിച്ചാൽ മതി. അപ്പൊ ടോർക്ക് കിട്ടി. ഫോഴ്സ് ഇൻറ്റു റേഡിയസ് 25 × 0.2 ടോർക്ക് കിട്ടി. ഈ ടോർക്ക് എന്തുമാണ്? ഐ ആൽഫയുമാണ്. അതിൽ ഐ നമുക്കറിയാം, ഐ ആൽഫ നമുക്കറിയാം. ഐ ആൽഫ എന്താ? 5. അവിടുന്ന് ഐ ആൽഫ ഇസ് ഈക്വൽ ടു എന്താ? ഐ ആൽഫ ഇസ് ഈക്വൽ ടു 5. അവിടുന്ന് ആൽഫ എന്താ? 5/i. ഐ എത്ര? 0.4. സോ 5/0.4 ഉണ്ടാവും. ആൻസർ ഈസ് 12.5. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ചെയ്യാത്ത കുട്ടിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അവ രണ്ട് രീതി ടോർക്ക് ആണ് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ്. A girl rotates on a swivel chair as shown below. താഴെ കൊടുത്തിരിക്കുന്ന പോലെ ഒരു സ്വിവൽ ചെയറിൽ എന്ത് ചെയ്യാണ്? ഒരു കുട്ടി കറങ്ങാണ്. ആ കുട്ടി കറങ്ങുന്ന സമയത്ത് what happens to her angular momentum when she stretches her arm? കുട്ടിയുടെ കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആംഗുലാർ വെലോസിറ്റിക്ക് എന്താ സംഭവിക്കുക? കുട്ടി ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ആ കുട്ടി കറങ്ങിയോണ്ട് നിൽക്കല്ല, ചെയറിൽ കുട്ടിനെ കറക്കിയിട്ട് കുട്ടി കറങ്ങിയോണ്ട് നിൽക്കുക. അപ്പം കുട്ടി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടിയിൽ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, കുട്ടിയെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടി കൈ എന്ത് ചെയ്യാണ്? കൈ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആംസ് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ what will happens to its angular velocity? മക്കളെ നിങ്ങൾ സംശയിക്കല്ലേ, ആൻസർ ഈസ് its angular velocity decreases. കാരണം എന്താണ്? കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ when her arm stretches then moment of inertia increases. Due to that angular velocity decreases. Moment of inertia increases, angular velocity decreases. That's the right answer. Next question. What happens to her angular speed when she folds her arms? Okay, when she folds her arms then moment of inertia decreases. Moment of inertia decreases, then omega increases, angular speed increases. Next question. What is it? Law of conservation of name and state the conservation law. Simple. Law of conservation of angular momentum. എന്താണ്? If there is no net external torque on a body, its angular momentum will be conserved. That's it. That's all. മക്കളെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ എക്സാമിനേഷൻസ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഏകദേശം ഓക്കെയാണ്. റൈറ്റ്? നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ഗ്രാവിറ്റേഷൻ. എന്താണ്? ഗ്രാവിറ്റേഷൻ. റൈറ്റ്? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്നു. എന്താ മക്കളെ? സ്റ്റേറ്റ് കെപ്ലർസ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. മക്കളെ ലോ ഓഫ് ഓർബിറ്റ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ലോ ഓഫ് ഓർബിറ്റ്സ് എന്താ മക്കളെ പറ? Every planet revolve around the sun in an elliptical orbit at which sun will be at one of its foci. അതായത് എല്ലാ പ്ലാനറ്റും സണ്ണിന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ എലിപ്സിന്റെ ഒരു ഫോക്കസിൽ ആരെ കാണും? സണ്ണിനെ കാണും. ക്ലിയർ അല്ലേതാ? ഇതാണ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അതിന്റെ ഒരു ഫോക്കസ് ദാ, വേറെ ഫോക്കസ് ദാ. ഈ ഫോക്കസിൽ നമ്മൾ ആരെ കാണും? സണ്ണിനെ കാണും. അപ്പൊ ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ആര്
മക്കളെ ഇപ്പോ ഓക്കെയാണോ? ഓക്കെ, അപ്പൊ കെപ്ലർസ് സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ ആണ് ലോ ഓഫ് ഏരിയാസ് എന്ന് പറയട്ടോ. എന്താ ലോ ഓഫ് ഏരിയാസ് മക്കൾ നോക്കടാ. ലോ ഓഫ് ഏരിയാസ് പറഞ്ഞാൽ ഒരു പ്ലാനറ്റ് ഇവിടുന്ന് കറങ്ങി ഇവിടെ എത്തി. ഓക്കെ, ഒരു പ്ലാനറ്റ് ഇതാ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ എത്തുകയാണ്. അങ്ങനെ എത്തുമ്പോ ഇവിടുന്ന് സണ്ണിന്ന് പ്ലാനറ്റിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് വെക്ടർ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന റേഡിയസ് വെക്ടർ ഇത്രയും ഏരിയ സ്വീപ്പ് ചെയ്യൂലേന്ന്. ആ ഏരിയ ഡെൽറ്റ എ എന്ന് വിചാരിക്കുക, ടൈം ടേക്കൺ ഡെൽറ്റ ടി എന്ന് വിചാരിക്കുക. അങ്ങനെ ഈ പ്ലാനറ്റ് കറങ്ങി 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 ഇവിടെ എത്തി. അവിടുന്ന് ഇതാ ഇപ്പൊ റേഡിയസ് വെക്ടർ വരിക. അവിടുന്ന് കറങ്ങി ഇവിടെ എത്തുന്ന സമയത്ത് ഇതാ റേഡിയസ് വെക്ടർ ഇപ്പൊ ഇതായി. സോ അത് കറങ്ങി 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 ഇതാ ഇവിടെ എത്തുമ്പോ ഈ ഏരിയ ഡെൽറ്റ എ തന്നെ ആയിരിക്കും, ഡെൽറ്റ ടി ടൈമിൽ കവർ ചെയ്യുന്ന. അപ്പൊ മക്കളെ ഇത്രേ പറയുന്നുള്ളൂ. എന്താ കെപ്ലർസ് സെക്കൻഡ് ലോ? റേഡിയസ് വെക്ടർ drawn from sun to planet sweeps out equal areas in equal intervals of time. Equal intervals of time ൽ ഈ റേഡിയസ് വെക്ടർ സ്വീപ്പ് ചെയ്യുന്ന ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് കെപ്ലർസ് സെക്കൻഡ് ലോയിൽ പറഞ്ഞത്. ദാറ്റ് ഈസ് നോൺ ആസ് ലോ ഓഫ് ഏരിയാസ്. അടുത്ത് കെപ്ലർസ് സെക്കൻഡ് ലോ. ഓക്കെ, എന്താണ് ഈ കോൺസിക്വൻസ് ഓഫ് മക്കളെ കെപ്ലർസിന്റെ സെക്കൻഡ് ലോ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് എന്താ കോൺസിക്വൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. നെക്സ്റ്റ് പ്രൂവ് കെപ്ലർസ് സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. ആയിക്കോട്ടെ, നോക്കിയോ പ്രൂഫ് വരാൻ പോവാണ്. ഇതാണെന്ത് നമ്മളുടെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് സൺ ആണ്. ഇവിടെ പ്ലാനറ്റ് ഉണ്ട്, പ്ലാനറ്റ് ഇവിടുന്ന് കറങ്ങി ഇവിടെ എത്താൻ പോവാണ്. സോ റേഡിയസ് വെക്ടർ drawn from sun to planet ഇതാണ്. ഇവിടുന്ന് അത് ഇവിടെ എത്തുകയാണ്. അങ്ങനെ എത്തുമ്പോൾ ലിസൺ ഇത് ഇതിന്റെ ഒരു ഏരിയ പോലെ ലിസൺ നമ്മൾ ഇത് ആറായിട്ട് എടുത്തോ, റേഡിയസ് പോലെ എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. സോ ഇവിടെ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഒരു ഏരിയ ഞാൻ കാണാൻ പോവാണ്. ഓക്കെ, അതിനു മുൻപ് ഞാൻ ഈ ഒരു ആംഗിളിനെ ഡെൽറ്റ തീറ്റ എന്ന് വിളിക്കാൻ പോവാണ്. അപ്പൊ ഇതെന്തായിരിക്കും? ആർ ഡെൽറ്റ തീറ്റ. ഓക്കെ, അപ്പൊ ഇത് ആർ ഡെൽറ്റ തീറ്റ ആയിരിക്കും, മറ്റെന്താണ് ആർ ആയിരിക്കും. ഇനി അതിന്റെ ഏരിയ കാണുമ്പോൾ വാട്ട് ഈസ് ഡെൽറ്റ എ? ഈ ഒരു ഏരിയ കാണണം കേട്ടോ. ആ ഏരിയ എന്താ? ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബേസ് ആർ ഡെൽറ്റ തീറ്റയാണ്, ഇൻറ്റു ഹൈറ്റ് നമുക്ക് ആർ ആയിട്ട് തന്നെ എടുക്കാം. അപ്പൊ ഹാഫ് ആർ സ്ക്വയർ ഡെൽറ്റ തീറ്റ എന്ന് വരും. രണ്ട് ഭാഗവും ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? ഹാഫ് ആർ സ്ക്വയർ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്നുണ്ടാവും. രണ്ട് ഭാഗത്തും ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴോ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി അതെന്താ? ഡി എ ബൈ ഡി ടി ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി is equal to limit delta t tends to 0 half r square delta theta by delta t. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താവും? ഡി എ ബൈ ഡി ടി ആകും. റൈറ്റ് സൈഡോ ഹാഫ് ആർ സ്ക്വയർ പുറത്തേക്ക് വന്നാൽ ഡി തീറ്റ ബൈ ഡി ടി ആവും. ഇതെന്താ? ഡി എ ബൈ ഡി ടി എന്താ? is equal to half r square. what is d theta by d? അത് ഒമേഗയാണ്. അപ്പൊ പറയാണ് ഇവിടെ നമ്മൾ ഇതിന്റെ മുകളിൽ ഒരു ടോർക്കും ആക്ട് ചെയ്യുന്നില്ല. ആരെ മുകളിൽ? പ്ലാനറ്റിന്റെ മുകളിൽ. ടോർക്ക് 0 ആണ്. അതുകൊണ്ട് ആംഗുലാർ മൊമെന്റം കൺസേർവ് ചെയ്യണം. ആംഗുലാർ മൊമെന്റം കൺസേർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൽ കോൺസ്റ്റന്റ്. എല്ലിന്റെ വാല്യൂ എന്താ മക്കളെ? എം വി ആർ എന്നെഴുതാം. പി ആർ ക്രോസ് പി ആർ പി എം വി ആർ എന്നെഴുതാം. ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി ഇൻറ്റു ആർ എന്നുള്ളത് എം ഇൻറ്റു വിനെ ആർ ഒമേഗ എഴുതി വീണ്ടും ആർ. അപ്പൊ എന്താ? എം ആർ സ്ക്വയർ ഒമേഗ എന്നെഴുതാം. ഫ്രം ഹിയർ വാട്ട് ഈസ് എൽ ബൈ എം? അത് ആർ സ്ക്വയർ ഒമേഗയാണ്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ? ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് എൽ ബൈ എം. that is equal to L by 2m. L എന്താ? ആംഗുലാർ മൊമെന്റം. M എന്താ? മാസ് ഓഫ് പ്ലാനറ്റ്. ഈ രണ്ട് സാധനം കോൺസ്റ്റന്റ് ആണ്, ബിക്കോസ് ടോർക്ക് ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം L ഉം M ഉം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് dA by dt will be a constant ആയിരിക്കും. അപ്പോൾ എന്താണ്? ഏരിയൽ വെലോസിറ്റി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഏരിയ വെലോസിറ്റി will be a constant or area swept by radius vector in any time duration will be എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഏരിയൽ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഇനി കെപ്ലറിന്റെ തേർഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ എന്താ? കെപ്ലറിന്റെ തേർഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ദ സ്ക്വയർ ഓഫ് ദ സൺ ആണ്. ഇത് മേജർ ആക്സിസ്, ഇത് മൈനർ ആക്സിസ്, ഇതെന്താണ്? സെമി മേജർ ആക്സിസ്. The square of time period of a
elliptical or square of time period of a planet around an elliptical orbit is proportional to cube of semi major axis of that elliptical orbit. ഇതാണ് കെപ്ലേഴ്സിന്റെ തേർഡ് ലോ. നെക്സ്റ്റ് പ്രൂവ് കെപ്ലേഴ്സ് തേർഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. കെപ്ലേഴ്സിന്റെ തേർഡ് ലോ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നോക്കടാ. ഇതൊരു ഓർബിറ്റ് ആണ്, അതിൽ കറങ്ങാണ്, ഇത് സൺ ആണ്, ഇത് പ്ലാനറ്റ് ആണ്, ഇയാൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേ? നൗ ഞാൻ പറയുന്നു ഈ ഒരു റേഡിയസ്, ഈ ഒരു ആർ, ഇത് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ സെമി മേജർ ആക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ ആണല്ലോ? ആവറേജ് വാല്യൂ എടുക്കേണ്ടി സെമി മേജർ ആക്സ് ആണ്. നൗ ഞാൻ പറയുന്നു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഗിവൺ ബൈ ആരാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓൺ ദാറ്റ് പ്ലാനറ്റ് mv²/r is given by g into m into m by a. r ന് വരും a ആണ് കേട്ടോ, a² എന്ന് വരും. അപ്പോൾ ഒരു a കട്ടാവും, m എന്താ? മാസ് ഓഫ് പ്ലാനറ്റ് കട്ടാവും. So from here v² is equal to gm by a എന്ന് കിട്ടും. ഇതാണ് എന്ത്? v² കിട്ടി അല്ലേ? കാണുന്നത് ടൈം പീരീഡ് ആണ്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാണ്, വാട്ട് ഈസ് v? v എന്ന് പറഞ്ഞാൽ 2π r by t അല്ലേ? പെരിമീറ്റർ ബൈ ടൈം പീരീഡ് എന്താ? ബട്ട് ടൈം പീരീഡ് is equal എന്താ? 2π a പെരിമീറ്റർ ബൈ സ്പീഡ് ഉണ്ടാവും. സ്പീഡ് അപ്പൊ ഞാൻ മൊത്തം സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്യുമ്പോൾ t² is equal to 4π² a² by v² ഉണ്ടാവും. v² ന് കൊടുക്കുമ്പോൾ 4π² a² by gm by a ഉണ്ടാവും. a മുകളിൽ കയറുമ്പോൾ എന്താ? 4π² a³ by gm ഉണ്ടാവും. Now t² is equal to 4π² a³ by gm ആണ്. ഇതിൽ 4π² gm ഒക്കെ കോൺസ്റ്റന്റ്സ് ആണ്. അപ്പൊ t² എന്താ? t² is equal to എന്താ വരിക? that is equal to അല്ല, sorry, proportional to 4π² by gm എന്തായി മാറി? നമ്മളത് കോൺസ്റ്റന്റ് ആക്കി മാറി. സോ പ്രൊപ്പോർഷണൽ ടു എന്ത് കിട്ടും? a³ എന്ന് കിട്ടും. ഡയറക്റ്റ് ഡെറിവേഷൻ നേരെ പഠിച്ചു വെക്കുക. റൈറ്റ്? നെക്സ്റ്റ് ഒന്നുമില്ല, ആദ്യം സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്? പിന്നെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ബിറ്റ്വീൻ സൺ ആൻഡ് പ്ലാനറ്റ് ആണെന്നുള്ളത് പറയാം. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാം? v² ഇക്വേഷൻ കണ്ടെത്താം. പിന്നെ അവിടെ നിന്ന് ടൈം പീരീഡ് ഇക്വേഷൻ എഴുതുക, സ്ക്വയർ ചെയ്യുക, മറ്റൊരു റിലേറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ത്രൂ State universal law of gravitation. എന്താണ് universal law of gravitation? ഒന്നുമില്ല, everybody in the universe attracts each other with a force which is directly proportional to product of their mass and inversely proportional to the square of distance of separation. F is equal to gm1 m2 by r² ആണ്. അടുത്ത് the value of gravitation was capital G. Capital G ന്റെ വാല്യൂ 6.11 ആണ്. പഠിച്ചു വെക്കണം. അടുത്ത് define acceleration due to gravity of the earth. എടാ എന്താണ് acceleration due to gravity of the earth? G value എന്താണ്? acceleration due to gravity എന്ന് പറഞ്ഞാൽ it is the acceleration gained by a freely falling body in the gravitation field of earth എന്ന് പറഞ്ഞാൽ മതി. എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ കൂടെ ഒരു ബോഡി ഫ്രീ ആയി ഫോളോ ചെയ്യുമ്പോൾ അതിന് ഫീൽ ചെയ്യുന്ന ആക്സിലറേഷൻ ആണ് acceleration due to gravity. ഇനി അടുത്ത് obtain the expression for acceleration due to gravity on the surface of the earth. മക്കളെ എന്താ കാണേണ്ടത്? എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? സർഫസ് ഓഫ് എർത്തിൽ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ എർത്തിനെ വരക്കാണ്. എർത്തിന്റെ സർഫസിൽ ഞാൻ ഒരു ബോഡി വെക്കാണ്. ആ ബോഡിന്റെ മാസ് m ആണ്. അതുകൊണ്ട് അതിന്റെ വെയിറ്റ് താഴേക്ക് mg ആണ്. ഈ വെയിറ്റ് ആയ mg എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ടാ. സോ അതിനെ ഞാൻ g ഇൻറ്റു എർത്തിന്റെ മാസ് ഇൻറ്റു ബോഡിന്റെ മാസ് ബൈ എന്തെന്ന് എഴുതും? ഡിസ്റ്റൻസിന്റെ സ്ക്വയർ r² എന്ന് എഴുതും. അപ്പൊ ഈ m ക്യാൻസൽ ആവും. സ്മോൾ g is equal to എന്താ? gm by r² where r is the radius of എന്താണ്? എർത്ത് ആണ്. നെക്സ്റ്റ് the average value of small g on the surface of earth is 9.8 meter per second square. Next one, acceleration due to gravity is independent of. മക്കളെ ഒരു ബോഡി ഏതൊരു ബോഡി താഴേക്ക് ഇട്ടാലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണ്. സ്മോൾ ജി വാല്യൂ സെയിം ആണ്. അപ്പോൾ അത് എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല? ബോഡിന്റെ മാസിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല. സോ മാസ് ഓഫ് ബോഡിക്ക് ഇൻഡിപെൻഡന്റ് ആണ്. അടുത്ത് a man can lift a mass 15 കിലോഗ്രാം on earth. ഒരു ആൾക്ക് എർത്തിൽ നിന്ന് എത്ര ഹൈറ്റിക്ക് ഒരു ബോഡി കൊണ്ടുപോകാൻ പറ്റും? 15 കിലോഗ്രാം ഹൈറ്റിലേക്ക് ആ ബോഡിനെ കൊണ്ടുപോകാൻ പറ്റും. What will be the maximum mass that can be lifted by him by applying same force on moon? എന്നാൽ മൂണിലാണെങ്കിൽ അതേ ഹൈറ്റ് കൊണ്ടുപോകാൻ അയാൾക്ക് എത്ര മാസിനെ അയാൾക്ക് അതേ ഹൈറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നിങ്ങൾ ഇവിടുന്ന് പൊട്ടൻഷ്യൽ എനർജി കാണാം. മക്കളെ പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ വർക്ക് ഡൺ പറഞ്ഞോ എന്താ? mgh m എത്ര? 15,000. ഓക്കെ, സോറി ഇത് മാസാണ്. ഓക്കെ,
height h ആയിക്കോട്ടെ. So m into g into h. g എത്ര എടുത്തോ? g 10 എടുത്തോ, അല്ലെങ്കിൽ 9.8 എത്ര കുഴപ്പമൊന്നുമില്ല, ഞാൻ 10 എടുക്കാം. So g 10 എടുത്തു into height h എടുത്തു. അപ്പൊ എത്ര ഉണ്ടാവും? 15 4 0 ഉണ്ടാവും into h അല്ലേ. ഇതാണ് വർക്ക് ഡൺ. ഇതേ വർക്ക് ആൾക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്താ 1,50,000 അല്ലേ. യെസ്, h ആണ്. അത് എന്തിന് ഈക്വലാ? m. മാസ് മാറൂലല്ലോ, മാസ് എന്താ m തന്നെ. m എത്ര? 15 കിലോഗ്രാം. സോ 15 കിലോഗ്രാം ഇൻറ്റു g എത്ര? ഇവിടുത്തെ വാല്യൂന്റെ 1/6 ഉണ്ടാവുക ഇൻറ്റു എന്താണ് ഹൈറ്റ് h തന്നെയാണ്. ഓക്കെ അല്ലേ. സോ ഇവിടുന്ന് മാസാ ചോദിച്ചത്, മാസാണ്. മൂന്നിൽ നിന്നുള്ള മാസാ ചോദിക്കുന്നത്. സോ m ഇൻറ്റു മൂന്നിലുള്ള മാസ്, പൊക്കുന്ന മാസ് ഇൻറ്റു g എത്ര? g ഇവിടുത്തെ 6 സോ ഇൻറ്റു ഹൈറ്റോ സെയിം ഹൈറ്റ് h. ഇത് രണ്ട് കട്ടാവും, കട്ടാകുമ്പോൾ ഇതും കട്ടാവും. എന്താ m is equal to എന്താണ് 6 ഇൻറ്റു സെക്കൻഡ്. ഇവിടെ 15,000 കൊടുക്കേണ്ട ആവശ്യമില്ല. എന്റെ 15,000 കൊടുത്ത് 15 കിലോഗ്രാം അല്ല, അപ്പൊ കിലോഗ്രാമിലാണല്ലോ വേണ്ടി. സോ ദിസ് വിൽ ബി this will be 150 h എന്നുണ്ടാവും. അപ്പൊ ഇവിടെ 150 h ഉണ്ടാവുള്ളൂ. ഇവിടെ 150 h. ആ വർക്കേ അവിടെയും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ വർക്ക് എന്താ? അവിടുത്തെ mgh, അവിടെ h സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ h സെയിം ആ. പിന്നെന്താ m എത്ര? m കാണണം. m ഇൻറ്റു g എത്ര? 10/6. 6ൽ 1 ഉണ്ടാവുക g വാല്യൂ. സോ 10/6 ഇൻറ്റു h ഉണ്ടാവും. സോ m is equal to മക്കൾ എന്താ വരിക പറ? ഇവിടുന്ന് h കട്ടാവും. ഇവിടുന്ന് h കട്ടാവുമ്പോ ഈ 10ഉം ഈ 0യും കട്ടാവുമ്പോ എന്താ m is equal to 6 ഇൻറ്റു 15 എന്ന് വരും. ഓക്കെ ആണോ? അപ്പൊ 90 കിലോഗ്രാം ഉണ്ടാവും. 90 കിലോഗ്രാംസ് ആണ് അവിടെ പൊക്കാൻ പറ്റുന്ന മാസ്. ഇവിടെ പൊക്കാൻ ഇവിടെ ചെയ്യാൻ പറ്റിയ വർക്ക് തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടുത്തെ വർക്ക് പറഞ്ഞാൽ mgh പൊട്ടൻഷ്യൽ എനർജിയാ. അവിടുത്തെ വർക്കും പൊട്ടൻഷ്യൽ എനർജിയാ. അവിടെ m അറിയില്ല. അപ്പൊ m ഇൻറ്റു g എത്ര? ഇവിടുത്തെ 1/6. അപ്പൊ g/6 വരിക അവിടെ ഇൻറ്റു h സെയിം. അപ്പൊ h കട്ടാവും, ഈസി മാസ് കാണാൻ പറ്റും. സിമ്പിൾ കോൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. A mass 30 kilogram is taken from earth to moon. earth നിന്ന് മൂണിലേക്ക് എന്ത് ചെയ്യടാ? ഒരു മാസ് earth നിന്ന് മൂണിലേക്ക് എത്ര മാസാ? 30 കിലോഗ്രാം മാസ് earth നിന്ന് മൂണിലേക്ക് കൊണ്ടുപോവാണ്. What will be its mass and weight on the surface of moon? മൂണിലെത്തി മാസിന് ഒരു മാറ്റമില്ല, പക്ഷെ വെയിറ്റ് മാറും. വെയിറ്റ് മാസ് 30 തന്നെയാണ്. വെയിറ്റോ? വെയിറ്റ് എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു 9.8 ഇവിടുത്തെ വെയിറ്റ് ബൈ 6. അതിന്റെ 6ൽ 1 ഉണ്ടാവുള്ളൂ. സോ വെയിറ്റ് എന്താ? 30 ഇൻറ്റു 9.8 by 6. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Obtain expression for acceleration due to gravity at a height h above the surface of earth. മക്കൾ ശ്രദ്ധിക്കുക. അതായത് എർത്തിന്റെ ഇത് എർത്ത് ആണ്. ആ എർത്തിൽ നിന്നും h ഹൈറ്റിലുള്ള എന്ത് കാണണം? h ഹൈറ്റിലുള്ള എന്ത് കാണണം? g വാല്യൂ അല്ലെങ്കിൽ g ഡാഷ് എന്ന് വിളിക്കാം. സർഫസിൽ ഉള്ള g നെ g എന്ന് വിളിക്കാം. സോ വാട്ട് ഈസ് g ഡാഷ്? g ഡാഷ് is equal to g into m by r plus h whole square. മക്കളെ എന്താണ് r? റേഡിയസ് ഓഫ് എർത്ത് ആണ്. ഓക്കെ, എന്താണ് g? g എന്ന് പറഞ്ഞാൽ gm by r square ആണ്. വാട്ട് ഈസ് g ഡാഷ് by g? that is equal to gm by r plus h the whole square by gm by r square. gm കട്ടാ. അപ്പൊ എന്താ? g dash by g is equal to r square by r plus h the whole square ഉണ്ടാവും. that is equal to r square by ഇവിടുന്ന് ഒരു r square അങ്ങനെ എഴുതിയാലോ? ഇവിടുന്ന് ഞാൻ r into എഴുതി 1 plus h by r എഴുതി, എന്നിട്ട് ഹോൾ സ്ക്വയർ എന്ന് കൊടുത്ത് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാ r into 1 എന്താ മക്കളെ? നോക്ക്, r into 1 എന്താ? r ആണ്. r into h by r എന്താ? h ആണ്. അപ്പൊ അത് r plus h എന്നായി മാറും. then ആവൂലേന്ന് ഹോൾ സ്ക്വയർ ഉണ്ട്. ആയിക്കോട്ടെ. ഇനി ഈ സാധനം ഞാൻ എഴുതുമ്പോൾ അവിടെ നോക്കണ എന്താ വരിക? that is equal to മുകളിൽ r സ്ക്വയർ ഉണ്ട്, താഴത്ത് r സ്ക്വയർ into 1 plus h by r ന്റെ എന്തുണ്ടാവും? ഹോൾ സ്ക്വയർ. ഇത് രണ്ടും കട്ടാവും. അപ്പൊ ഇത് മുകളിൽ കയറുമ്പോൾ എന്താ വരിക? 1 plus h by r ന്റെ എന്താ? ഹോൾ റേസ് ടു -2. so what is g dash by g? 1 plus h by r ഹോൾ റേസ് ടു -2 ഉണ്ടാവും. ഇതാണ് ഇക്വേഷൻ. സിമ്പിൾ ആ, വെരി സിമ്പിൾ. മക്കളെ ഓക്കെ അല്ലേ? റെഡി? derive the expression for acceleration due to gravity at a depth d below the surface of earth. അപ്പോൾ ബിലോ ദ സർഫസ് ഓഫ് എർത്ത് പോവുകയാണെങ്കിൽ മക്കളെ നോക്ക്, എർത്തിന്റെ സർഫസ് ബിലോ ദാ ഇവിടുത്തെ g ഡാഷ് ആണെങ്കിൽ അത് d ഡെപ്തിലേക്കാ പോകേണ്ടത് അല്ലേ? റേഡിയസ് എന്താ മക്കളെ പറ? റേഡിയസ് എന്താണ്? അത് r ആണ്. സോ ഇവിടുത്തെ g വാല്യൂ g ഡാഷും സർഫസ് g യും ആണ്. സോ വാട്ട് ഈസ് g ഡാഷ്? മക്കളെ അതിന് മുമ്പ് ആദ്യം g ക്ക് ഒരു എക്സ്പ്രഷൻ കാണണം. എന്താ അറിയോ? ഡെൻസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ എന്താ? 3g by 4 pi r g എന്നൊരു എക്സ്പ്രഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് g is equal to
3g by 4 pi r sorry ദാ ഇവിടുന്ന് sorry ദാ 4 pi rg എന്ന ഇക്വേഷൻ ഇവിടുന്ന് മക്കളെ g എന്താ 4 pi r rho g by 3 എഴുതാൻ പറ്റും ഈ ഒരു ഇക്വേഷൻ ഡെൻസിറ്റി ഇക്വേഷൻ ഉണ്ടാക്കി സോ ഇവിടുന്ന് ഞാൻ പറയാണ് ഇവിടുത്തെ g g വാല്യൂ ദാ തന്നെയാണ് ഓക്കേ ഇക്വേഷൻ നമ്പർ 1 വാട്ട് ഈസ് g ഡാഷ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ g ആ എന്താ വരിക 4 pi into r minus d into rho g by 3 ഇതുണ്ടാവും so what is g dash by g that is equal to 4 pi into r minus d into rho g by 3 by 4 pi r rho g by 3 e 3 cut out rho g cut out 4 pi cut out so what is becomes r minus d by r that is equal to 1 minus d by r in the g dash by g is equal to 1 minus d by r എന്ന് വരും ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ the acceleration due to gravity dash as we go above earth surface എടാ earthന്റെ surface ന് മുകളിൽ പോകുമ്പോൾ acceleration gravity എന്ത് ചെയ്യും decrease ചെയ്യും and dash as we go down the below the earth surface താഴേക്ക് പോകുമ്പോഴും കുറയും മുകളിൽ പോകുമ്പോഴും കുറയും ഓക്കേ next question the acceleration due to gravity is dash at the center of the earth മക്കളെ g value center of earth എന്താ 0 സംശയം എന്താ അടുത്ത at what height the value of acceleration due to gravity will be half of that on the surface of earth അതായത് എത്ര ഹൈറ്റിലാണ് acceleration due to gravity എന്താവല് സർഫസിന്റെ എന്താവല് എത്ര ഹൈറ്റിലാണ് സർഫസിന്റെ എന്താവല് പകുതിയാവല് എന്നാണ് ക്വസ്റ്റ്യൻ സോ ഹൈറ്റിലെ ഇക്വേഷൻ എന്താ g ന്റേത് g into 1 plus h by r whole raised to minus 2 ഇതാണ് ശരിക്കും എന്ത് ഹൈറ്റിലെ എന്ത് g ന്റെ വാല്യൂ അത് എന്തിന് ഈക്വലാ സർഫസിലെ g വാല്യൂന്റെ എത്രയെന്നാ പറഞ്ഞത് ഹാഫ് എന്നാ പറഞ്ഞത് അല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം എങ്ങനെ ലിസൺ 1 plus h by r whole raised to minus 2 into g is equal to g surface g surface എന്ന് പറഞ്ഞാൽ g തന്നെയാണ് by 2 അപ്പോൾ ഈ g കട്ട് ആവും ഓക്കേ സോ ഇത് നമുക്ക് 1 by 1 plus h by r whole raised to 2 is equal to 1 by 2 എന്ന് എഴുതാം അതുപോലെ തന്നെ 1 by h എന്താ h കാണണം 1 plus അപ്പോൾ ഒരു കാര്യം ഇതാ ഇത് കണ്ട് തിരിച്ചിട്ടാളാ എങ്ങനെ രണ്ടും തിരിച്ചിടാ അപ്പോൾ 1 plus h by r whole square is equal to 2 എന്ന് എഴുതി കൂടെ അപ്പോൾ 1 plus h by r എന്താ √2 അല്ലേ എന്ന് അപ്പോൾ h by r എന്താ √2 minus 1 അല്ലേ that is h എന്താ √2 minus 1 into r അല്ലേ √2 എന്താ 1.414 അതിന് 6 പോയാൽ അതിന് 1 പോയാൽ എന്താ 0.414 അല്ലേ സോ 0.414 into r വരും r radius of earth ആണ് അതെന്താ radius of earth is 6400 കിലോമീറ്റർ ഉണ്ടാവും സോൾവ് ചെയ്യാ അത്രയും കിലോമീറ്റർ 2650 ഉണ്ടാവും ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ calculate the value of acceleration due to gravity at a height equal to half of the radius of the earth അതായത് ഒരു റേഡിയസ് എർത്തിന്റെ റേഡിയസിന്റെ ഹാഫ് ഹൈറ്റ് പോയാൽ എത്ര g ഉണ്ടാവും മക്കളെ g dash by g is equal to 1 plus h by r whole raised to minus 2 that is equal to മക്കളെ എവിടെ പോണത് നമ്മൾ പോണ സ്ഥലം റേഡിയസിന്റെ പകുതി ഹൈറ്റിലാ അപ്പോൾ 1 plus h ന് പകരം r by 2 കൊടുക്കുക by r whole raised to minus 2 that is equal to മക്കളെ എന്താ വരിക 1 plus r കട്ടപ്പ് എന്താ 1 by 2 whole raised to minus 2 is equal to 1 plus 1 by 2 എന്താ മക്കളെ വരിക 3 by 2 whole raised to minus 2 is equal to 1 by 3 by 2 whole square ഉണ്ടാവും that is equal to 1 by 9 by 4 is equal to 4 by 9 ഇതാണ് വരിക so what is g dash by g that is equal to 4 by 9 what is g dash 4 by 9 times g ആണ് വരിക ഓക്കേ അപ്പോൾ g ക്ക് നിങ്ങൾക്ക് 9.8 വേണമെങ്കിൽ കൊടുക്കാം അങ്ങനെ ചെയ്യാം that's it next question obtain the expression for gravitational potential energy at a point ഒരു പോയിന്റിലെ gravitational potential energy അത് അപ്പോൾ ഡിറൈവ് ചെയ്യുന്നില്ല അത്ര ഇമ്പോർട്ടന്റ് അല്ല ചോദിക്കാൻ ചാൻസ് ഇല്ലായൊന്നുമില്ല പക്ഷെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല നിങ്ങൾ പിന്നെ പഠിച്ചിട്ടുണ്ടാവും ഡയറക്റ്റ് തിയറി ആണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ അതായത് പൊട്ടൻഷ്യലിന്റേത് പഠിച്ചാൽ മതി പൊട്ടൻഷ്യൽ എനർജിന്റെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും റൈറ്റ് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി പിന്നെ അതിലേക്ക് ഒരു m ആഡ് ചെയ്ത് നമുക്ക് എന്തായി പൊട്ടൻഷ്യൽ എനർജി ആവും കേട്ടോ നെക്സ്റ്റ് define gravitational potential at a point on the earth
Okay, അപ്പോൾ എന്താണ് ഒരു എർത്തിലെ ഒരു പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? Gravitational potential at a point is the amount of work done to bring a unit mass from infinity to that point. Okay, so equation potential ano is equal to minus gm by r ആണ്. Potential energy ano minus gmm by r ആണ്. Potential ന്റെ derivation പഠിച്ചാൽ മതി. Potential energy ന്റെ അവിടെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞിരുന്നു. ഇനി എന്താണ് escape speed? Escape speed എന്ന് പറഞ്ഞാൽ escape velocity. It is a minimum velocity with which a body can be lifted from the surface of earth at which it will escape permanently from the gravitational field of earth. അതാണ് എന്ത് escape velocity of earth എന്ന് പറഞ്ഞാൽ. ഓക്കേ ആണല്ലോ? റെഡി? ഇതൊരു ഒരു പ്ലാനറ്റിന് എല്ലാ പ്ലാനറ്റിനും എന്തുണ്ടാവും? escape velocity ഉണ്ടാവും. ഓർത്തു വെക്കുക കേട്ടോ. നെക്സ്റ്റ് derive the expression for escape speed. നോക്കാം. അപ്പോൾ ഒരു പ്ലാനറ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. പ്ലാനറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഞാൻ ഒരു ബോഡി വിടുകയാണെങ്കിൽ അതിന്റെ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്താ? മൈനസ് ജി. ഇവന്റെ മാസ് എം, ഇവന്റെ മാസ് സ്മോൾ എം ആണെങ്കിൽ മൈനസ് ജി എം എം ബൈ എന്താ വരിക? ക്യാപിറ്റൽ ആർ വരിക. അവനെ ഞാൻ എറിയുമ്പോൾ എറിയുന്ന വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റിയാ. അപ്പൊ അവന്റെ കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്താ? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി ഇ സ്ക്വയർ ആ. അങ്ങനെ അവൻ എവിടെ എത്തി? അവൻ ഇൻഫിനിറ്റി എത്തി. അടുത്ത് അങ്ങ് നിൽക്കുമ്പോ അവന്റെ കൈനറ്റിക് എനർജി ഫൈനൽ എന്താ? സീറോ ആണ്. അവന്റെ പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ എന്താ? സീറോ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കണം. ബിക്കോസ് ഇതിൽ എന്ത് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ? കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്ത് മക്കളെ? ഇത് ടോട്ടൽ എനർജി എപ്പോഴും കൺസേർവ്ഡ് ആ. അപ്പൊ യു ഐ പ്ലസ് കെ ഐ ഷുഡ് ബി ഈക്വൽ ടു യു എഫ് പ്ലസ് കെ എഫ് ആയിരിക്കണം. യു ഐ എന്താ? മൈനസ് ജി എം എം ബൈ ആർ ആ പ്ലസ് എന്താ? കെ ഐ ഹാഫ് എം വി ഇ സ്ക്വയർ ആ. എന്താ? യു എഫ് സീറോ, കെ എഫും സീറോ. കഴിഞ്ഞ മക്കൾ എന്താ? ഹാഫ് എം വി ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ എന്നുണ്ടാകും. എം കട്ടാവുമ്പോൾ എന്താ? വി ഇ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gm by r എന്നുണ്ടാവും. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ escape velocity. escape velocity is independent of. നോക്കിയാൽ മതി escape velocityയിൽ എറിഞ്ഞ ബോഡിന്റെ മാസ് കട്ടായി പോയി കേട്ടോ. ഇവിടുന്ന് കട്ടായി പോയിന്. അപ്പൊ എറിഞ്ഞ ബോഡിന്റെ മാസ് ഡിപ്പെൻഡ് ചെയ്യില്ല, പ്ലാനറ്റിന്റെ മാസ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പൊ എന്താ? ആരെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആരെയാണ്? മാസ് ഓഫ് ബോഡി. Write the value of escape speed. 11.2 km per second ആണ് എന്ത്? escape speed ന്റെ എന്ത് വാല്യൂ? Moon has no atmosphere. Why? എന്തുകൊണ്ടാണ് മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത ചോദിച്ചാൽ മക്കളെ ഇത്രയേ ഉള്ളൂ. The RMS velocity of molecules, okay, gas molecules അല്ലെങ്കിൽ molecules എന്താണ്? is greater than escape velocity at moon. അതായത് മൂണിലുള്ള പിന്നെ ഗ്യാസിന്റെ RMS velocity എന്ന് പറഞ്ഞാൽ molecules മൂവ് ചെയ്യുന്ന velocity escape velocityയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്ത് പോകും. ഓക്കെ, അതുകൊണ്ട് മൂണിൽ എന്തില്ല? പിന്നെ അറ്റ്മോസ്ഫിയർ ഇല്ല. റൈറ്റ്? എർത്തിൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്. കാരണം എന്താ? എർത്തില് എസ്കേപ്പ് വെലോസിറ്റി മോളിക്യൂൾസിന്റെ RMS വെലോസിറ്റിയേക്കാൾ എന്താണ്? കൂടുതൽ എസ്കേപ്പ് വെലോസിറ്റി. അതുകൊണ്ട് എസ്കേപ്പ് ചെയ്ത് പോകാൻ കഴിയില്ല അറ്റ്മോസ്ഫിയറിന്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ആർ എർത്ത് സാറ്റലൈറ്റ്സ്? മക്കളെ എന്താ എർത്ത് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എർത്ത് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എർത്തിന് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റ്സ്. എർത്ത് സാറ്റലൈറ്റ്സ് ഒബ്ജക്ട് വിച്ച് റിവോൾവ് അറൗണ്ട് ദ എർത്ത്. എർത്തിന് ചുറ്റും കറങ്ങുന്ന പാർട്ട് ബോഡീസിനെ നമുക്ക് എന്ത് വിളിക്കാം? എർത്ത് സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് Dash is the natural satellite of Earth. Earthന്റെ natural satellite മൂണാണ്. മൂന്ന്. അടുത്ത് what are the use of artificial satellites? മക്കളെ artificial satellites-ന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അത് ടെലികമ്മ്യൂണിക്കേഷന്, അതുപോലെ തന്നെ അതായത് നമ്മുടെ വെതർ ഫോർകാസ്റ്റിംഗിന്, മിലിറ്ററി പർപ്പസിന്, അങ്ങനത്തെ പല ആക്ഷൻസിൽ നടത്താറുണ്ട്. എന്ത്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. റൈറ്റ്? നെക്സ്റ്റ് derive expression for orbital speed of a satellite. ഒരു സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ സ്പീഡ് നമ്മൾ കാണാൻ പോവാ. ഇത് മക്കൾ നോക്കടാ, ഇതിൽ കൂടെ ഒരു സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യാൻ പോവാണ്. എത്ര സ്പീഡിലറിയോ? VO സ്പീഡിൽ. എത്ര റേഡിയസ് അറിയോ? R റേഡിയസ്. ഇവന്റെ മാസ് സ്മോൾ m, ഇതിന്റെ മാസ് ക്യാപിറ്റൽ M. അപ്പോ ഇവന് വേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാല, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആ കൊടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതാണ് കേട്ടോ മക്കളെ എർത്ത് കേട്ടോ. അതാണ് എർത്ത്. ഇതാണ് പ്ലാനറ്റ് എം മാസ. അപ്പൊ ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇങ്ങോട്ടേക്കല്ലേ ആക്ട് ചെയ്യാം. ആ ഫോഴ്സ് ആണ് എന്ത് കൊടുക്കുക? സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ പറയാം mv² ബൈ r. ഒരു മിനിറ്റ്, ഇതാണ് എന്ത്? എർത്ത് കേട്ടോ. ഓക്കെ, വലുതാക്കി കാണിക്കാം. ദിസ് ഈസ് അവർ എർത്ത്. സോ ദിസ് ഈസ് റേഡിയസ് r. അവിടുന്ന് h ഹൈറ്റിലാണ് എന്തുള്ളത്? h ഹൈറ്റിലാണ് ആര്? സാറ്റലൈറ്റ്. ഓക്കെ ആണല്ലോ. അത് കറങ്ങുന്ന ഓർബിറ്റ് ആണ് മക്കളെ ഏത്? ഇതാണ് അത് കറങ്ങുന്ന ഓർബിറ്റ്. സോ ഇതിന്റെ മാസ് സ്മോൾ m, ഇതിന്റെ മാസ് ക്യാപിറ്റൽ M. അപ്പൊ എന്ത് ചെയ്താൽ പറ? സ്മോൾ m v² ബൈ r പ്ലസ് h ഈസ് ഈക്വൽ ടു എന്താ വരിക?
force centripetal force G into capital M into small m divided by radius in the square r plus h in the whole square. Cut out small m cut out. So what is VO? VO is equal root of gm by r plus h now. This is orbital speed in the equation. Ready? Equation you derivation 3 approximation if r plus h is approximately equal to r upon satellite boom in orbit minimum orbit speed first cosmic velocity so our velocity root of gm by r gm root of gr square by r root of gr that is orbital speed. Write the relation connecting escape speed and orbital speed. Escape speed in the root of 2gr. Okay, and then orbital speed root gr. About escape speed is equal to root 2 into root gr. That is root 2 into VO. So VE is equal to root 2 into VO. Ready? Derive the expression for time period of satellite. Satellite in the time period നമ്മൾ കാണണം മക്കളെ നോക്കടാ ഒരു സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യാതെ സാറ്റലൈറ്റ് ഇങ്ങനെ റിവോൾവ് ചെയ്യാണ് ഇതാണ് സാറ്റലൈറ്റ് ഈ സാറ്റലൈറ്റ് കറങ്ങുന്ന ടൈം പീരീഡ് കാണാം ഇവിടെ അടുത്തുണ്ട് ട്ടോ ഈ സാറ്റലൈറ്റ് കറങ്ങുന്ന സ്പീഡ് VO നമ്മൾ നേരത്തെ കണ്ടെത്തി VO എന്താ root of gm by r plus h ആണ് ഇനി എന്താണ് ടൈം പീരീഡ് T എന്ന് പറഞ്ഞാൽ 2πr പെരിമീറ്റർ ഇത് റേഡിയസ് ഓഫ് എർത്ത് ആണ് ഇതെന്താണ് ഹൈറ്റ് h ആണ് നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ പെരിമീറ്റർ എന്താ 2πr plus h ആണ് വരിക ഓക്കേ ബൈ VO ആണ് എന്ത് ടൈം പീരീഡ് VO is equal to perimeter by time period ആണ് അപ്പോൾ ടൈം പീരീഡ് is equal to perimeter by speed ആ വരിക ഇതെന്താ ഓർബിറ്റൽ സ്പീഡ് ആണ് that is equal to 2π into r plus h by what is VO എന്ന് പറഞ്ഞ root of gm by r plus h ആ r plus h മുകളിൽ കേറുമ്പോൾ എന്താ 2π into r plus h into root of r plus h by എന്ത് കൊടുക്കാം gm എന്ന് കൊടുക്കാം that is equal to 2π into root of ഈ r plus h ഉള്ളിൽ കേറുമ്പോൾ എന്താവും സ്ക്വയർ ആയിട്ട് ഉള്ളിൽ കേറുക അപ്പോൾ എന്താ ഉള്ളിൽ ഒരു r plus h ഉണ്ട് മെറ്റാ സ്ക്വയർ ആയി ഉള്ളിൽ കേറുമ്പോൾ എന്താ ക്യൂബ് ആവും ബൈ എന്താ gm ഇതാണ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ ഏറ്റവും അടുത്തുള്ള ഓർബിറ്റ് ആണെങ്കിൽ time period will be equal to 2π root of r plus h whole cube എന്തായി മാറും r cube by gm എന്താ gr square r കട്ടാവും അപ്പോൾ എന്താ t is equal to 2π root of എന്ത് എഴുതാ r by g ഇതേറെ ഉപയോഗിക്കാൻ പറ്റുക ഏറ്റവും അടുത്തുള്ള ഓർബിറ്റിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ക്ലിയർ നെക്സ്റ്റ് ഓക്കേ ആണല്ലോ അപ്പോൾ ഇത്രയും ആണ് മക്കളെ നമ്മൾ ഏകദേശം എല്ലാ ഏരിയാസും കവർ ചെയ്തു ഗ്രാവിറ്റേഷനുമായി ബന്ധപ്പെട്ട് എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞു റൈറ്റ് ഏറ്റവും അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതാറിയോ മക്കളെ വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഡെപ്തും ഹൈറ്റും നിങ്ങൾ നന്നായി പഠിക്കാൻ വെക്കണം അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പഠിക്കണം അതുപോലെ തന്നെ പിന്നെ ഓർബിറ്റൽ സ്പീഡ് ടൈം പീരീഡ് എസ്കേപ്പ് വെലോസിറ്റി കെപ്ലേഴ്സിന്റെ 1 2 3 ലോസ് ഒക്കെ കൃത്യമായി പഠിക്കുക യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എക്സ്പ്രഷൻ ഫോർ സ്മോൾ ജി എക്സ്പ്രഷൻ ഫോർ ഡെൻസിറ്റി എക്സ്പ്രഷൻ ഫോർ മാസ് ഇതൊക്കെ പഠിച്ചാൽ ഈ ചാപ്റ്റർ സെറ്റ് ആണ് റൈറ്റ് ഇനി അടുത്ത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് മക്കളെ എന്താ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രോപ്പർട്ടി ഇൻ വിച്ച് a body will regain its original configuration after the removal of deforming force ഒരു ബോഡിയിലേക്ക് ഡിഫോമിംഗ് ഫോഴ്സ് കൊടുക്കുക അത് വിട്ടാൽ എന്ത് ചെയ്യും അതിന്റെ പഴയ കോൺഫിഗറേഷനിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം ഇലാസ്റ്റിസിറ്റി ആ പ്രോപ്പർട്ടിയെ ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കാം ആ മെറ്റീരിയലിനെ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കാം റൈറ്റ് എക്സാമ്പിൾ സ്റ്റീലും റബ്ബറും which is more elastic steel or rubber മക്കളെ സംശയിക്കല്ലേ സ്റ്റീൽ ആണ് more elastic എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സ്റ്റീലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതലാണ് അതുകൊണ്ടാണ് സ്റ്റീൽ മോർ ഇലാസ്റ്റിക് ആയത് റബ്ബറിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കുറവാണ് അതുകൊണ്ട് റബ്ബർ എന്താ ലെസ് ഇലാസ്റ്റിക് ആയി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ define plasticity it is a property in which a body will not regain its original configuration after the removal of deforming force ഒരു ബോഡി ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു ബോഡി വലുതായി ബോഡി ആ ഡിഫോമിംഗ് ഫോഴ്സ് ഒഴിവാക്കുമ്പോൾ അതിന്റെ പഴയ കോൺഫിഗറേഷനിൽ മടങ്ങി വരാത്ത പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിസിറ്റി എക്സാമ്പിൾ എന്താ പുട്ടി വാൾ പുട്ടി മഡ് അതിനൊക്കെ എക്സാമ്പിൾസ് ആണ് നെക്സ്റ്റ് define stress എന്ന് പറഞ്ഞാൽ എന്താ it is the normal force acting for unit area act ചെയ്യുന്ന normal force നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഫോഴ്സ് നമുക്ക് എന്ത് വിളിക്കാം പിന്നെ സോറി normal force അല്ല പറഞ്ഞ പ്രഷറിന്റെ ഇക്വേഷൻ ആണ്
സ്ട്രെസ് അല്ലേ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെയാണ് സ്ട്രെസ് എന്ന് വിളിക്കുക സ്ട്രെസിന്റെ ഇക്വേഷൻ എന്താ റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ സെറ്റ് അല്ലേ നെക്സ്റ്റ് define strain എന്ന് പറഞ്ഞാൽ എന്താ it's the ratio between change in configuration and original configuration that is known as strain യൂണിറ്റ് ഇല്ല ഡയമെൻഷൻ ഇല്ല അടുത്ത് write 3 types of stress and strain മക്കളെ longitudinal stress shear stress hydraulic or volumetric stress അടുത്ത strains എന്തൊക്കെയാണ് longitudinal strain shear strain hydraulic or volumetric strain okay next define longitudinal stress മക്കളെ longitudinal stress എന്ന് പറഞ്ഞാൽ it is the normal force acting per unit area അതിനെ വിളിക്കുന്ന പേരാണ് longitudinal stress അല്ലെങ്കിൽ linear stress അല്ലെങ്കിൽ normal stress longitudinal is defined as the restoring force per unit area when the force is applied എങ്ങനെ normal to cross section അതായത് ഒരു മെറ്റീരിയൽ വരക്കുകയാണ് ഈ മെറ്റീരിയലിന്റെ ഇവിടെ നോർമൽ ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്തായിരിക്കും അത് നോർമൽ സ്ട്രെസ് ആണ് സോ it is the stress developed when force acts perpendicular to the surface area then the stress developed is known as normal stress എന്ന് പറയാം കാര്യം മനസ്സിലാക്കി വെക്കുക ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിഫോമിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്തായിരിക്കും നോർമൽ സ്ട്രെസ് ആയിരിക്കും നെക്സ്റ്റ് വൺ എന്താ longitudinal strain it is a strain produced by longitudinal stress എന്ന് പറഞ്ഞാൽ മതി longitudinal stress പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെയിനെയാണ് longitudinal strain എന്ന് പറഞ്ഞാൽ മാർക്കാണ് ഇക്വേഷൻ എന്താ ഡെൽറ്റ എൽ ബൈ എൽ മറ്റേ ഇക്വേഷൻ എന്താ എഫ് ബൈ എ longitudinal stress എന്താണ് എഫ് ബൈ എ എന്താ ഡെൽറ്റ എൽ ബൈ എൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് define shearing stress if the deforming force acts tangential to a surface ഒരു സർഫസ് ഇതാ നിങ്ങൾക്ക് ഒരു സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ടാണ് ഡിഫോമിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ സ്ട്രെസ് ഡെവലപ്ഡ് എന്താണ് ഷിയർ സ്ട്രെസ് ആണ് ഓക്കേ for equation എന്താ ഫോഴ്സ് ബൈ ദിസ് ഏരിയ ഫോഴ്സ് ബൈ ദാറ്റ് ഏരിയ ഇനി define shearing strain shear strain എന്ന് പറഞ്ഞാൽ എന്താണ് it is a strain produced by shear stress ആണ് ഓക്കേ ആണല്ലോ അതിന്റെ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ദാ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സിലിണ്ടർ ആണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബോഡി ഓക്കേ ഒരു ബോഡിയാണ് അതിപ്പോ എന്താ ഈ അവസ്ഥയിലേക്ക് എത്തി കണ്ടോ കുറച്ചും കൂടേക്ക് ചേരിഞ്ഞു ദാ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ചേരിഞ്ഞു റൈറ്റ് അങ്ങനെ ചെരിയുമ്പോൾ എത്ര ആംഗിൾ ചെരിഞ്ഞു അതാണ് സ്ട്രെയിൻ അതാ ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ മുകളിൽ എത്ര ഇങ്ങോട്ടേക്ക് നീങ്ങി ഡെൽറ്റ എക്സ് ബൈ ഇതിന്റെ ഈ ഹൈറ്റ് എൽ അപ്പൊ എന്താ വരിക ഡെൽറ്റ എക്സ് ബൈ എൽ അല്ലെങ്കിൽ ഈ ആംഗിൾ ഒക്കെ എന്താണ് സ്ട്രെയിൻ ഇക്വേഷൻസ് ആണ് ഡെൽറ്റ എക്സ് ബൈ എൽ ഓർ തീറ്റ ആ ആംഗിൾ ആട്ടോ ടാൻ തീറ്റ ശരിക്കും പറയേണ്ടത് ടാൻ തീറ്റ തീറ്റയ്ക്ക് ഈക്വൽ ആവും തീറ്റ വളരെ ചെറുതായതുകൊണ്ട് റൈറ്റ് നെക്സ്റ്റ് define hydraulic stress or volumetric stress എന്താ hydraulic stress എന്ന് പറഞ്ഞാൽ is the stress developed when normal force acting at each and every point on the surface of a body ഒരു ബോഡിന്റെ സർഫസിലെ ഓരോ പോയിന്റിലും പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ആണെന്ന് ഹൈഡ്രോളിക് സ്ട്രെസ് ഓർ നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ബോഡി കൺസിഡർ ചെയ്യാം അപ്പൊ ആ ബോഡിയിൽ ഒരു ബോഡി കൺസിഡർ ചെയ്യാം ആ ബോഡിയിൽ എല്ലാ പോയിന്റിലും എല്ലാ ഈച്ച് ആൻഡ് എവറി അതിന്റെ സർഫസ് ഇത് ഒരു സ്ഫിയർ ആണെങ്കിൽ 4 പൈ ആർ സ്ക്വയർ ഏരിയ ഉണ്ടാവും അവിടെ ഒക്കെ നോർമൽ ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യണം അപ്പൊ എന്തായി ഹൈഡ്രോളിക് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും ഇക്വേഷൻ എന്താ എഫ് ബൈ എ തന്നെ പി എന്ന് വിളിക്കാം പ്രഷറിന് പി ഫോർ പ്രഷർ ഓക്കെ നെക്സ്റ്റ് ഡിഫൈൻ വോളിമെട്രിക് ഓർ ഹൈഡ്രോളിക് സ്ട്രെയിൻ it is a strain produced by hydraulic stress on the volumetric strain delta v by v next question state Hooke's law എന്താ മക്കളെ Hooke's law at a constant temperature within proportionality limit stress is directly proportional to strain അല്ലെങ്കിൽ at a constant temperature for small deformation stress is directly proportional to strain stress proportional to strain stress by strain is modulus of elasticity ഓർത്തു വെക്കണം അടുത്ത define modulus of elasticity modulus of elasticity എന്ന് പറഞ്ഞാൽ it's the ratio between stress and strain ആണ് അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം it is a stress required to produce unit strain എന്നും പറയാം അതാണ് modulus of elasticity ഇനി മക്കളെ ഇവിടെ കാണിക്കണം സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ് ഒരു മെറ്റലിന്റെ is given mark the elastic limit മക്കളെ elastic limit b ആണ് ഇനി അടുത്ത് yield point okay fracture point e ആണ് proportionality limit a ആണ് elastic region o മുതൽ a വരെയാണ് o മുതൽ b വരെയാണ് ഇലാസ്റ്റിക് റീജിയൻ പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ b മുതൽ എന്താണ് e വരെയാണ് പിന്നെ പെർമനന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് പെർമനന്റ് സെറ്റ് പിന്നെ yield strength എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ വരിക yield strength d ആണ് പിന്നെ yield strength എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ c എന്ന് പറയാം c yield point yield strength നോട് ചോദിക്കാൻ ചാൻസ് ഇല്ല ഓക്കേ c ആണ് പിന്നെ d എന്ന് പറഞ്ഞാൽ എന്താ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ് നമ്മൾ പറഞ്ഞു അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ് മക്കളെ എന്ത്
പിന്നെ ഏത് പിന്നെ അൾട്ടിമേറ്റ് ടെൻസൈൽ ഈ പോയിന്റ് ഡി എന്ന പോയിന്റ് ആണ് ഏത് വരിക അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് കേട്ടോ സെറ്റ് അല്ലേ ഇത് സോറി yield സ്ട്രെങ്ത് പറഞ്ഞാൽ സി അല്ല സോറി ബി 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 ആണ് yield ചെയ്യുക റൈറ്റ് അപ്പോൾ ബി ആണ് yield പോയിന്റ് അതുപോലെ എന്താണ് പിന്നെ പെർമനന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഈ ഒരു ഡിസ്റ്റൻസ് ആണ് പെർമനന്റ് സെറ്റ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക റൈറ്റ് ഓക്കെ സെറ്റ് ഇനി അടുത്ത് define Young's modulus മക്കളെ Young's modulus എന്ന് പറഞ്ഞാൽ normal stress by normal strain ആണ് ratio between normal stress and normal strain ആണ് Young's modulus equation F by A by delta L by A FL by A delta L equation വരും കേട്ടോ അടുത്ത Young's modulus of steel is dash than that of rubber സ്റ്റീലിന്റെ Young's modulus റബ്ബറിനേക്കാൾ കൂടുതലാണ് അപ്പോൾ greater than that of rubber എന്നാ വരും കേട്ടോ റബ്ബറിനേക്കാൾ കൂടുതലാണ് അടുത്ത ക്വസ്റ്റ്യൻ define shear modulus of rigidity shear modulus of stress അല്ലെങ്കിൽ shear modulus of shear modulus or rigidity modulus എന്ന് പറഞ്ഞാൽ G ആണ് G എന്ന് പറഞ്ഞാൽ ratio between എന്താണ് shear stress and shear strain ആണ് equation എന്താണ് F by A by theta F by A theta എന്ന് എഴുതാം അല്ലെങ്കിൽ F by A by delta X by L എന്ന് എഴുതാം FL by A delta X എന്ന് എഴുതാം ഏതായാലും കുഴപ്പമൊന്നുമില്ല അടുത്ത് define bulk modulus is a ratio between hydraulic stress and hydraulic strain ആണ് എന്താ bulk modulus B is equal to hydraulic stress by hydraulic strain ആ വരിക അതിന്റെ ഇക്വേഷൻ വരിക minus P by minus delta V by V എന്നുണ്ടാവും അപ്പോൾ PV minus PV by delta V എന്നുണ്ടാവും ഓക്കേ അല്ലേ അടുത്ത define compressibility bulk modulus നെ റെസിപ്രോക്കൽ വിളിക്കുന്ന പേരാ മക്കളെ എന്ത് കംപ്രസിബിലിറ്റി എത്രത്തോളം കംപ്രസ് ചെയ്യാനുള്ള കഴിവുണ്ട് അതാണ് കംപ്രസിബിലിറ്റി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ബൾക്ക് മോഡുലസിന് റെസിപ്രോക്കൽ ആണ് എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസിന് ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത് കംപ്രസിബിലിറ്റി ഉണ്ടാവുക കാരണം ബൾക്ക് മോഡുലസ് കൂടുന്തോറും കംപ്രസ് ചെയ്യാൻ എന്താ പ്രയാസമാവും റൈറ്റ് നെക്സ്റ്റ് why steel is preferred in heavy duty machines in structural design മക്കളെ എന്തുകൊണ്ടാണ് സ്ട്രക്ചറൽ ഡിസൈൻസിലും ഹെവി ഡ്യൂട്ടി മെഷീൻസിലും ഒക്കെ സ്റ്റീൽ ഉപയോഗിക്കുക ഒറ്റ ഉത്തരം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് എന്താ മോർ സ്ട്രെസ് ബിയർ ചെയ്യാൻ പറ്റും റൈറ്റ് നെക്സ്റ്റ് stress strain curve for materials A and B are shown below which of the material has the greater Young's modulus മക്കളെ ഇത് സ്ട്രെസ്സും ഇത് സ്ട്രെയിനും ആണെങ്കിൽ മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ y ആക്സിൽ സ്ട്രെസ്സും ഇവിടെ സ്ട്രെയിനും ആണെങ്കിൽ ഇവിടുന്ന് സ്ലോപ്പ് എടുത്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക അത് Young's modulus ആ കിട്ടുക അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഏറ്റവും അധികം തീറ്റ ആർക്കാണുള്ളത് നോക്കുക അത് ഏക്കാണ് അതുകൊണ്ട് ഏക്കാണ് മക്കളെ എന്തുണ്ടാവുക ഏറ്റവും അധികം എന്തുണ്ടാവുക സ്ലോപ്പ് ഉള്ളത് അതുകൊണ്ട് Young's modulus അധികവും ഏക്കായിരിക്കും which of the two is stronger material ഏതാ മക്കളെ സ്ട്രോങ്ങർ A എന്ന മെറ്റീരിയൽ ആണോ B എന്ന മെറ്റീരിയൽ ആണോ A എന്ന മെറ്റീരിയൽ ആയിരിക്കും എന്ത് ഏറ്റവും സ്ട്രോങ്ങർ കാരണം എന്താണ് A എന്ന മെറ്റീരിയലിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ദാ ഇത്രയും വരെ പോകാം പക്ഷേ Bക്ക് അത്രല്ല അതിനേക്കാൾ താഴെയാണ് അത് കൃത്യം നോക്കണം എവിടെ വരെ പോയി എന്നുള്ളത് നോക്കണം ഓക്കേ ആണോ അപ്പോൾ ആരാ സ്ട്രോങ്ങർ ഓക്കേ A ആണെന്ത് പിന്നെ ഏറ്റവും അധികം സ്ട്രോങ്ങർ അല്ലേ നെക്സ്റ്റ് ഇനി അടുത്ത ആരാണ് പിന്നെ which of the two materials is more ductile ഏറ്റവും അധികം ഡക്റ്റിലിറ്റി കാണിക്കുന്ന ഒരു സംശയവും വേണ്ട ആരാണ് അത് A ആണ് A is more ductile than B that's it next question അടുത്ത stress strain graph for three materials A B C are shown below which is more elastic A B or C justify your answer stress ഇവിടെയും strain ഇവിടെയും ആണെങ്കിൽ സ്ലോപ്പ് കൂടിയ ആൾ more elastic ആണ് so A more elastic ആണ് B നേക്കാൾ so A ആണ് more elastic A structural steel has radius 10 mm and length of നമുക്കല്ല radius അറിയാം 10 mm ആണ് millimeter meter ആക്കണം 10 into 10 raised to minus 3 meter ആണ് and length എത്ര 1 meter ആണ് a 100 kilonewton a 100 kilonewton force stretches it along its length calculate stress മക്കളെ സ്ട്രെസ് കാണാൻ എന്താ ചെയ്യേണ്ടത് force by area എന്താ pi r square അടിച്ചാൽ മതി സ്ട്രെസ് ആയി നേരെ ചെയ്യാം ഇനി അടുത്തത് ചോദിച്ചത് ഇലോങ്ങേഷൻ ഡെൽറ്റ എൽ കാണണം ഡെൽറ്റ എൽ എങ്ങനെ കാണാ L is equal to മക്കളെ ഇവിടെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് എങ്ങനെ FL by AY എന്ന് പഠിച്ചിട്ടുണ്ട് എന്തിനെ ഡെൽറ്റ എല്ലിനെ എങ്ങനെ കിട്ടി Young's modulus equal to F by Young's modulus equal to F by A by delta L by L this is FL by A delta L so y അങ്ങോട്ടും delta L ഇങ്ങോട്ടും എന്താ delta L is equal to FL by AY ഉണ്ടാവും FL by AY നേരെ ചാമ്പുക ആ നേരെ ഇക്വേഷൻ ചാമ്പി കഴിഞ്ഞാൽ നേരെ കൊടുക്കുക F അറിയാം L അറിയാം A അറിയാം delta L അവിടുന്ന് കിട്ടും y അറിയാം y അറിയാലോ അപ്പോൾ ഇക്വേഷൻ എന്താ ഇങ്ങനെ എഴുതണം മക്കളെ delta L is equal to FL by AY F അറിയാം L അറിയാം A കണ്ടിട്ടുണ്ട് നമ്മൾ y y Young's modulus നേരെ ചാമ്പിയാൽ മതി
അടുത്തെന്താ സ്ട്രെയിൻ ഓൺ ദ റോഡ്. മക്കളെ യങ്സ് മോഡുലസ് അറിയാം, സ്ട്രെസ് കാണാനുള്ള വകുപ്പുണ്ട്, സ്ട്രെസ് കണ്ടിട്ടുണ്ട്. യങ്സ് മോഡുലസും സ്ട്രെസ്സും അറിയാമെങ്കിൽ എങ്ങനെ സ്ട്രെയിൻ കാണാം? സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഒന്നുകിൽ ഡെൽറ്റ എൽ ബൈ എൽ അടിക്കാം, അല്ലെങ്കിൽ സ്ട്രെയിൻ എങ്ങനെ കാണാം? സ്ട്രെയിൻ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണല്ലോ യങ്സ് മോഡുലസ്. അപ്പൊ സ്ട്രെയിൻ എന്താ വരിക പറ? ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ഉണ്ടാവും. സോ സ്ട്രെയിൻ കാണാനുള്ള മാർഗം ഓക്കെ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് അടിച്ചാൽ മതി. സ്ട്രെസ് മോളിലുണ്ട്, യങ്സ് മോഡുലസ് മോളിലുണ്ട്, ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഡെൽറ്റ എൽ കിട്ടിയിട്ടുണ്ട്, ഒറിജിനൽ ലെങ്ത് വേണ്ട, ഡിവൈഡ് ചെയ്താൽ മതി, സ്ട്രെയിൻ ആയി. മക്കളെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത് A lead square of side 50 cm and thickness 10 cm. മക്കളെ thickness 10 ഇത് എത്ര? സ്ക്വയർ സൈഡ് അത് 50 cm ആണ്, thickness 10 ആണ്. Subject to shear force on its narrow face. ഈ narrow ഫേസിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ലൈക്ക് ദിസ് ഇങ്ങനെ. ഓക്കെ സോറി ഇതാണ് narrow face. ഈ narrow ഫേസിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെ കേട്ടോ, ഷിയർ ഫോഴ്സ് ആണ്. സോ എത്ര ഫോഴ്സ് വന്നിട്ടുണ്ട്? ലോവർ എഡ്ജ് റിവെറ്റ് ചെയ്തു, ലോവർ എഡ്ജ് ഫിക്സ്ഡ് ആണ്. ഹൗ മച്ച് വിൽ ദ അപ്പർ എഡ്ജ് ബി ഡിസ്പ്ലേസ്ഡ്? എത്ര ഇങ്ങോട്ട് നീങ്ങുന്നാണ് ക്വസ്റ്റ്യൻ. ഇത് കാണണം. അത് കാണാൻ നിങ്ങൾക്ക് ഷിയർ മോഡുലസ് ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം എന്ത് കാണാം? ഷിയർ സ്ട്രെസ് കാണാം. അതിന് ഫോഴ്സ് അറിയാം, പിന്നെ ഈ ഏരിയ കാണാൻ ഒരു പണിയുമില്ല. ഏരിയ കാണാൻ 50, ഏത് 50 വേണ്ട, സോറി ഇത് എത്രയാണ്? ഈ നീളം തന്നിട്ടില്ലേ, ഇതും എത്രയുണ്ടാവുക? ഇത് 50 ഉണ്ടാവുക, സോറി ഇത് 50 സെന്റിമീറ്റർ ഉണ്ടാവും, തിക്നെസ് 10 ഉണ്ടാവും. അപ്പൊ 50ഉം 10ഉം ഗുണിക്കുക മീറ്ററിലേക്ക് ആക്കിയിട്ട് അപ്പൊ എന്തായി? ഏരിയ കിട്ടി. അപ്പൊ ഈ ഏരിയയായി ഈ ഫോഴ്സുമായി ഡിവൈഡ് ചെയ്യുക, സ്ട്രെസ് കിട്ടി. ആ സ്ട്രെസ്സും ഇതും കൂടി ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് കാണാം? സ്ട്രെയിൻ കാണാൻ പറ്റും. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ബൈ ഇതാണ്. ഓക്കെ അവിടെ നിങ്ങൾക്ക് ഇത് കണ്ടുകൂടെ? ഇത് 50 നമുക്ക് അറിയാം. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിലേക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. സോ മക്കളെ ഇത്രയുമാണ് മെയിൻ ആയിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവാൻ. ഞാൻ എന്റെ സൗണ്ട് തീരെ പോയി, ഇത് രാവിലെ തുടങ്ങിയ ക്ലാസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത്രയും ചാപ്റ്റേഴ്സ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ നന്നായി പ്രിപ്പറേഷൻ നടത്തുക. നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ നല്ല വൃത്തിയായി പഠിക്കാൻ പറ്റുമോ അത് പഠിച്ചു പോയാൽ മതി. അത്രയും ചാപ്റ്റേഴ്സ് പക്ക ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. ഓക്കെ അത് കൃത്യമായി പഠിച്ചു പോയിക്കോ. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വിശ്വസിക്കാം, നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അത് എന്തായാലും ബോർഡ് എക്സാം ലെവൽ ഓഫ് പോയിന്റിൽ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു.